നമ്മൾ കടക്കുകയാണ് വിശദമായ വാർത്തകളിലേക്ക്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രാവിലെയിലേക്ക്. നമ്മൾ നേരെ പോകുന്നത് മലയാളത്തിന്റെ അതുല്യ കലാകാരന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ ഉണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് എം ടിയുടെ ആരോഗ്യനില മോശമായത്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ പുറത്തിറങ്ങിയേക്കും. എം എസ് അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളൊക്കെ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയിലാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു, അദ്ദേഹം വീണ്ടും എഴുത്തിന്റെ വഴിയിലേക്ക് എത്തുന്നു എന്നുള്ള ശുഭവാർത്ത കേൾക്കാൻ എന്താണ് നിലവിലെ സാഹചര്യം? അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? എന്താണ് അറിയാൻ സാധിച്ചത് അനീഷ് രാവിലെ തന്നെ? ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയോ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് ഇന്നലെ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ. അതായത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടരുന്നു എന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലത്തേതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആണുള്ളത്. ഏതാണ്ട് ഒരു അർദ്ധബോധാവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. സാധ്യമായ എല്ലാ രീതിയിലുമുള്ള ചികിത്സ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 15-നാണ് അദ്ദേഹത്തെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും കാർഡിയാക് ഐസിയുവിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൃത്രിമ ശ്വാസോച്ഛ്വാസമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ വെന്റിലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ കുടുംബത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ അദ്ദേഹം അക്കാര്യം ഈ കൃത്രിമ സഹായത്തോടു കൂടി നിലനിർത്തുന്നതിനെ കുറിച്ചൊക്കെ കുടുംബത്തോട് പറഞ്ഞിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പുറത്തുനിന്നുള്ള ശ്വസന ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് വെച്ച് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ കൃത്യമായി നിലനിർത്തുന്നു. അതിന്റെ നിരീക്ഷണങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും എം എൻ കാരശ്ശേരിയൊക്കെ അടക്കം അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ച ശേഷം പറഞ്ഞു അദ്ദേഹം ഒരു വലിയ പോരാളിയാണ്, പോരാളിയെ തന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും എന്ന ഒരു പ്രതീക്ഷയാണുള്ളതെന്നും വ്യക്തമാക്കി. കാരണം കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് പലവട്ടം ആശുപത്രിയിൽ പോകേണ്ടി വരും, അതീവ ഗുരുതരാവസ്ഥയിലൊക്കെ മാറുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്നൊക്കെ അദ്ദേഹം തിരിച്ച് തന്റെ സിതാര എന്ന വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ശുഭപ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടെ കൂടിയാണ് മലയാളികൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുള്ളത്. മന്ത്രിമാരടക്കമുള്ളവർ ഇന്നലെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ടെലിഫോണിൽ കുടുംബത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരടക്കം ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ഇന്നും കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ കാണാനായി ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ മനീഷ്. ഇന്നലെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു പോരാളി തന്നെയാണ്. കാരണം നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ പല തവണ അദ്ദേഹം ആശുപത്രിയിലേക്ക് ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പല തവണയും ആശുപത്രിയിൽ പോവേണ്ട അവസ്ഥ വന്നു. അതീവ ഗുരുതരമായ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അതിജീവിച്ച് അദ്ദേഹം വീണ്ടും എഴുത്തിന്റെ വഴിയിലേക്ക് എത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ പ്രാവശ്യവും ഈ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം പുറത്തോട്ട് വരും. അത് പൂർണ്ണ ആരോഗ്യവാനായി തന്നെ അദ്ദേഹം വീണ്ടും എത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പ്രാർത്ഥനയുമുണ്ട് മലയാളികൾക്ക് ഒന്നടങ്കം. ഇനി അറിയേണ്ടത് പ്രധാനമായും ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ അത് എപ്പോൾ വരും അനീഷ? എന്താണ് അറിയാൻ സാധിച്ചത്? ഏതാണ്ട് 8 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച ഒരു വിശദീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. രാവിലെ തന്നെ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം അദ്ദേഹത്തെ പരിശോധിച്ചിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് ചികിത്സയിൽ വരുത്തേണ്ടതെന്നത് സംബന്ധിച്ച ആശയവിനിമയം മറ്റും നടത്തുന്നുണ്ട്. മരുന്നുകളോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു, മറ്റ് വൈറ്റൽസ് അതായത് ഈ പൾസ്, ഓക്സിജൻ ലെവൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഏതാണ്ട് 8 മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തി വരികയാണ്. 8 മണിയോടുകൂടി അടുത്ത ഒരു അപ്ഡേഷൻ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനങ്ങൾക്ക് നൽകാൻ കഴിയും. ഭവ്യ.
തീർച്ചയായും എന്തായാലും 8 മണിയോടുകൂടി പുതിയ അപ്ഡേഷൻ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും മെഡിക്കൽ ബുള്ളറ്റിൻ 8 മണിയോടുകൂടി വരും. അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഉള്ള സാഹചര്യം എന്താണ്, പുരോഗതി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കൃത്യമായി ആ സമയത്ത് വീണ്ടും നമുക്ക് ഈ വാർത്തയിലേക്ക് എത്താം. പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ കൃത്യമായി MT വാസുദേവൻ നായരുടെ ആരോഗ്യനില സംബന്ധിച്ച അപ്ഡേഷനുകൾ എത്തിക്കുന്നതായിരിക്കും. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. മറ്റു വാർത്തയിലേക്ക്. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണം തുടങ്ങി പോലീസ്. റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങളുടെ മൊഴിയെടുക്കും. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTV വിശദമായി പരിശോധിക്കും. വിദേശത്തുള്ള ബന്ധുക്കളെത്തിയ ശേഷമാകും സാബുവിന്റെ സംസ്കാരം. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, നമ്മൾ ഇതിൽ ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഇത്. കാരണം ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിക്കുക, ആ സമ്പാദ്യം മുഴുവൻ ഒരു ബാങ്കിലിടുക, പക്ഷേ തന്റെ ആവശ്യത്തിന് ആ പണം ലഭിച്ചില്ല ഒരു സാധാരണക്കാരായ മനുഷ്യന്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം അപമാനിക്കപ്പെട്ടു. ആ വേദനയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ഇതിലപ്പുറത്തേക്ക് ഒരു വേദന മലയാളികൾക്ക് കേൾക്കാനില്ല. അത്തരത്തിലൊരു വാർത്ത നമ്മൾ കേൾക്കാനില്ല. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു, എന്താണ് വിവരങ്ങൾ? ഭവ്യ, തീർച്ചയായും വളരെയധികം വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു ഇന്നലെ രാവിലെ കട്ടപ്പനയിൽ നടന്നത്. നിന്നും കഴിഞ്ഞ ദിവസമാണ്, അതിന് മുൻപുള്ള ദിവസമാണ് സാബു കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ നിക്ഷേപിച്ച പണം തിരികെ ആവശ്യപ്പെട്ട് സൊസൈറ്റി ബാങ്കിലെത്തിയത്. എന്നാൽ പണം തിരികെ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അപകടമായി പെരുമാറുകയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ഒപ്പം ഭീഷണിപ്പെടുത്തുകയും പോലീസ് കേസ് നൽകുമെന്നൊക്കെയുള്ള രീതിയിൽ പരാമർശിക്കുകയും ചെയ്തു. 25 ലക്ഷത്തോളം രൂപയാണ് സാബുവിന് ഈ ബാങ്കിൽ നിന്ന് ലഭിക്കാനുണ്ടായിരുന്ന അയാൾ നിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ഏതാനും നാളുകളായി ഒരു പലിശ പോലും കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ ആശുപത്രി ആവശ്യത്തിനായി ഏറ്റവും അധികം ആവശ്യം വന്ന ആശുപത്രി ആവശ്യത്തിന് ഭാര്യയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി അത്യാവശ്യമായ തുക ആവശ്യം വന്നപ്പോൾ 2 ലക്ഷത്തോളം രൂപ ആവശ്യം വന്നപ്പോൾ ബാങ്കിൽ ചെല്ലുകയും തിരികെ ആവശ്യപ്പെടുകയും ചെയ്യുന്നപ്പോൾ അതുപോലും ലഭിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു കടുങ്കയിലേക്ക് കുടുംബനാഥൻ മാറിയ സംഭവം ഉണ്ടായത്. എന്തായാലും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ആരംഭിക്കുമെന്ന് നമ്മൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിരിക്കുന്നത്. സെക്രട്ടറി അടക്കമുള്ള ബാങ്ക് ജീവനക്കാരെ ചോദ്യം ചെയ്യും. അതോടൊപ്പം ഈ മേഖലയിലേക്ക് ഈ ബാങ്കിന് സമീപത്തേക്ക് സാബു എന്ന CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിക്കും. അപ്പോൾ കൃത്യമായ ഒരു അന്വേഷണം നടത്തുമെന്നും ബാങ്കിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെയാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രജിസ്റ്റർ വകുപ്പും ഒക്കെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. പ്രിൻസ്, നമ്മൾ ഇന്നലെ ആത്മഹത്യാ കുറിപ്പ് കണ്ടതാണ്. അതിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, താൻ തന്റെ പൈസയ്ക്ക് ആവശ്യമായി ബന്ധപ്പെട്ട് ഞാൻ ബാങ്കിൽ ചെല്ലുന്നു. അവിടെ എത്തിയ സമയത്ത് സെക്രട്ടറിക്കെതിരെയാണ് പ്രധാനമായും ആരോപണം മുഴുവൻ വരുന്നത്. തന്നെ അപമാനിച്ചു, കയ്യേറ്റം ചെയ്തു എന്ന് വരെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാങ്കിലെ CCTV വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ പോലീസിന് അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു കയ്യേറ്റം നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയില്ലേ? ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്? പ്രിൻസ് ഭവ്യ, തീർച്ചയായും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരെയും ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം സെക്രട്ടറിക്കും മറ്റു ജീവനക്കാർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നത്. ഒപ്പം ഇയാൾ ഇന്നലെ കഴിഞ്ഞ ദിവസം തുക ആവശ്യപ്പെട്ടുകൊണ്ട് വന്നപ്പോഴേക്കും ഇവർ അപമര്യാദയായി പെരുമാറിയെന്നും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന് മുൻപ് ഇത്തരത്തിൽ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ അറിയാൻ കഴിയുന്നത്. കാരണം പലതവണ ഈ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും പോലും ഈ പണം നൽകുവാനോ കൃത്യമായി പണം നൽകുവാനോ എന്നാൽ തുക പലിശ നൽകാൻ പോലും തയ്യാറായിട്ടില്ല. അതൊപ്പം ഗഡുക്കളായി പണം നൽകാമെന്നൊരു തീരുമാനം ഉണ്ടായെങ്കിൽ പോലും അതും എത്രമാത്രം കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. എന്തായാലും 25 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിക്ഷേപമായി കിടക്കുക, അതിൽ നിന്നൊരു തുക, വളരെ ചെറിയൊരു തുക ചികിത്സാ ആവശ്യങ്ങൾക്കായി ആവശ്യപ്പെടുമ്പോൾ പോലും ലഭിക്കാതെ വരുന്ന സാഹചര്യം, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷത്തിന് ഇടയാക്കിയതും ജീവനൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം ഇന്ന് ആരംഭിക്കും. ഒപ്പം ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നൊരാവശ്യം, പ്രത്യേകിച്ചും കുറ്റക്കാരെതിരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമൊക്കെ ഇന്നലത്തെ സമരസമിതിയും ഒപ്പം കുടുംബാംഗങ്ങൾ നമുക്ക് ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുകയുള്ളതൊക്കെയുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ സമരസമിതിയും കുടുംബാംഗങ്ങളും ഒക്കെ ഇന്നലെ നടത്തിയിരുന്നു. എന്തായാലും തുടർ നടപടികളിലേക്ക് നാട്ടുകാരും നോക്കിയാണ്. പോലീസിന്റെ ഭാഗത്തുമായി കൃത്യമായ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ഭവ്യ, പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അത്തരത്തിലൊരു നടപടി അത് അത്യാവശ്യമായി ഉണ്ടാകണം. കാരണം ഒരു സാധാരണക്കാരന്റെ ജീവനാണ് പൊലിഞ്ഞത്. അതും താൻ ഇത്രകാലം ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ച പണം ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഒരു ആവശ്യത്തിന് അത് ലഭിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നു, അദ്ദേഹം അപമാനിതനാകുന്നു, അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അതൊരു ദുരവസ്ഥയാണല്ലേ പ്രിൻസ്? അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെ കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് പറയൂ. അതെപ്പോഴാണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ?
ഭവ്യ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിൽ മൃതദേഹം മാറ്റിയത്. എന്നാൽ സംസ്കാര ചടങ്ങുകൾ എപ്പോഴെന്ന് കൃത്യമായി നിർവഹിച്ചിട്ടില്ല. കാരണം ചില ബന്ധുക്കളൊക്കെ വിദേശത്ത് നിന്നൊക്കെ എത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ കേസിനെ ആസ്പദമാക്കി നടക്കുന്ന വിഷയത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം സമരക്കാരുടെ അടുത്തുനിന്നും ഒപ്പം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. അതിനുള്ള നടപടികൾ എത്രമാത്രം മുൻപോട്ട് നീങ്ങും എന്നതനുസരിച്ചുള്ളതായിരിക്കും നടപടികൾ സ്വീകരിക്കുക. കാരണം ഈ കുറ്റക്കാരെ, പ്രത്യേകിച്ചും സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെടണമെന്നും അവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഒക്കെയുള്ള ഒരു ആവശ്യം മുന്നിൽ വരുന്നുണ്ട്. തുടർന്ന് ഇത്തരത്തിലുള്ള സമരത്തിന്റെ രീതിയിലേക്ക് ആളുകൾ പോകുമോ എന്ന് കത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ നിർണായകമാണ്. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് ഒക്കെ കരുതിയായിരിക്കും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ബന്ധുക്കളും നാട്ടുകാരും കടക്കുക. പ്രിൻസ്, അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടതാണ്. ബിജെപിയുടെയും കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധത്തിനേക്ക് സാധ്യതയുണ്ടോ പ്രിൻസ്? ഭവ്യ, തീർച്ചയായും കട്ടപ്പനയിൽ ഇന്നലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ആരംഭിച്ചിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം വ്യാപാരികളും സമരരംഗത്തുണ്ട്. കാരണം കട്ടപ്പനയിൽ വർഷങ്ങളെ വ്യാപാരം നടത്തുന്ന വ്യക്തി കൂടിയാണ്, ചെറുകിട വ്യാപാരം നടത്തുന്ന വ്യക്തി കൂടിയാണ് മരണപ്പെട്ടയാൾ. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു പ്രതിഷേധമുണ്ട്. ഒപ്പം ഈ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിലൊക്കെ വ്യാപാരികൾ അടക്കമുള്ള സാധാരണക്കാർ നിരവധി പേർ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം തുക, ഇതിന്റെ സാഹചര്യങ്ങളും അവരുടെ ജീവിതകാലം കൊണ്ട് മുഴുവൻ ഉണ്ടാക്കിയ തുകയുടെ ഒരു സാഹചര്യമൊക്കെ ഇപ്പോഴെങ്ങനെയാണെന്ന് പോലും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ഒരു ആശങ്കയിലുമുണ്ട്. അതിപ്പം ഒപ്പം അനുസരിക്കാതെ ഒരു ജീവൻ പൊലിയേണ്ട ഒരു സാഹചര്യം, കൃത്യമായ തുക തിരികെ ലഭിക്കാതെ വരുമ്പോഴേക്കും അയാൾ അപമാനിതനാകുന്ന ഒരു സംഭവമൊക്കെ വലിയ തോതിൽ ആളുകൾക്കിടയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും തുടർ സമര പരിപാടികളും ഒപ്പം പ്രതിഷേധങ്ങളും ഉണ്ടാകാനാണ് സാധ്യത. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായാലും വലിയ പ്രതിഷേധത്തിലേക്കായിരിക്കും നീങ്ങുന്നത്. ഭവ്യ, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. സാബുവിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ കട്ടപ്പനയിൽ കോൺഗ്രസ് ബിജെപി പ്രതിഷേധം. ബാങ്ക് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ഇടുക്കിയിൽ LDF ഭരിക്കുന്ന മറ്റൊരു സഹകരണ ബാങ്കിനെതിരെയും ക്രമക്കേട് ആരോപണം. നെടുങ്കണ്ടം രാമക്കൽമേട് ഹരിജൻ വിവിധോദ്ദേശ സഹകരണ സംഘം നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്നാണ് പരാതി. SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് നെടുങ്കണ്ടം രാമക്കൽമേട് കേന്ദ്രമാക്കി മൾട്ടിപർപ്പസ് സംഘം ആരംഭിച്ചത്. ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംഘത്തിന്റെ ലക്ഷ്യമായിരുന്നു. എന്നാൽ ബോർഡ് അംഗങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഒരു വർഷമായി പ്രസിഡന്റ് കമ്മിറ്റി വിളിക്കാൻ തയ്യാറാവുന്നില്ല. CPMന്റെ നെടുങ്കണ്ടം മേഖലയിലെ ഒരു ലോക്കൽ സെക്രട്ടറിയാണ് നിലവിൽ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്. കമ്മിറ്റി അംഗങ്ങൾ അറിയാതെ നിക്ഷേപം സ്വീകരിക്കുകയും തിരിമറി നടത്തിയെന്നും പരാതിയുണ്ട്. നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്നാണ് മറ്റൊരു ആരോപണം. നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CPMന്റെ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ഈ സംഘത്തിന്റെ ഭരണസമിതി നിലവിൽ വന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ സംഘത്തിൽ കമ്മിറ്റി കൂടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, അവിടെ ഒരു സ്റ്റാഫിനെ നിയമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പാടുംപാറ സ്വദേശിയായ ഒരാളുടെ 2 ലക്ഷം രൂപ ഈ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഇപ്പോൾ CPMന്റെ ലോക്കൽ സെക്രട്ടറി കൈപ്പറ്റി എന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 2 വിഷയങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള ഭരണസമിതിയിലെ 2 അംഗങ്ങൾ തന്നെ ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും രജിസ്ട്രാർക്കും പരാതി അയക്കുകയും ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. സൊസൈറ്റിക്ക് രാമക്കൽമേട്ടിൽ സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ട്. മുൻപ് തയ്യൽ യൂണിറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തി അംഗങ്ങൾക്ക് വരുമാനവും ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമാണ്. നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ സഹകരണ വകുപ്പിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. നവകേരള സദസ്സിലെ വിവാദമായ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. എറണാകുളം CJM കോടതിയാണ് ഹർജി പരിഗണിക്കുക. രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാനാവില്ലെന്ന് വ്യക്തമാക്കി കൊച്ചി സെൻട്രൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശത്തെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചതെന്നും മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് കോടതിയെ സമീപിച്ചത്.
കളമശ്ശേരിയിൽ തെരുവുനായ ആക്രമണത്തിൽ 8 പേർക്ക് കടിയേറ്റ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ്. വിവരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നവമി ദിനേശ് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. നവമി, ഗുഡ് മോർണിംഗ്. എന്തായാലും തെരുവുനായ ശല്യത്തിലാണ് കളമശ്ശേരി ആ ഒരു ഏരിയ മുഴുവനെന്ന് മനസ്സിലാക്കുന്നു. 8 പേർക്ക് കടിയേറ്റ സംഭവം ഉണ്ടായിട്ടും അധികൃതർ ഒന്നും കാണുന്നില്ലേ ഇതൊന്നും? ഭവ്യ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരുവുനായയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. കളമശ്ശേരിയിൽ തന്നെ ഇന്നലെ 8 പേർക്കാണ് കടിയേറ്റത്. അതിൽ വയോധികരുണ്ട്, ഒപ്പം കൊച്ചു കുട്ടികളുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകൾക്കും സ്കൂളിൽ പോകുന്ന വഴിക്ക് തെരുവുനായയുടെ ആക്രമണം ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇവരെല്ലാം കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ഒപ്പം വിവിധ ആശുപത്രികളിലുമായി ചികിത്സയിലാണ്. നാട്ടുകാർ ഇതിനു മുൻപ് തന്നെ നേരത്തെ തന്നെ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഇവിടെ തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നഗരസഭ ഇതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഒരു നഗരസഭാ ചെയർപേഴ്സണെ അടക്കം കണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൗൺസിലർമാരോട് വിഷയം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം റോഡിലൂടെ തെരുവിലൂടെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെ ഇതിനു മുൻപ് തന്നെ അവർ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു നടപടി കളമശ്ശേരി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ഇന്നലെ മാത്രം 8 പേർക്കാണ് കടിയേറ്റത്. ഇതിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആളുകളെല്ലാം. ഇവരുടെ മുഖത്തൊക്കെ കടിയേറ്റിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളടക്കം ഇന്നലെ നമ്മൾ കാണിച്ചതാണ്. അത് വളരെ മാരകമായിട്ടുള്ള മുറിവുകളാണ് ശരീരത്തിൽ ആകമാനം ആളുകൾക്ക് ഈ തെരുവുനായയുടെ ആക്രമണം കൊണ്ട് സംഭവിച്ചത്. ഈ തെരുവുനായ, അതായത് 7 പേരെയും കടിച്ചത് ഒരു തെരുവുനായയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ മാത്രം മറ്റൊരു തെരുവുനായയാണ് കടിച്ചത്. ആ 7 പേരെ കടിച്ച തെരുവുനായ അത് ക്യുസാറ്റ് ഭാഗത്തേക്ക്, കളമശ്ശേരി ക്യുസാറ്റ് ഭാഗത്തേക്ക് പോയി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അവിടെയാണെങ്കിൽ നമുക്കറിയാം കോളേജ് ഉണ്ട്, വിദ്യാർത്ഥികളൊക്കെ വരുന്നതാണ്, നല്ല തിരക്കുള്ള ഒരിടമാണ്, പൊതു ഇടമാണ്. അവിടെയൊക്കെ തെരുവുനായയുടെ ആക്രമണം വീണ്ടും ഉണ്ടായാൽ വീണ്ടും ഇത് ആളുകളുടെ എണ്ണം വർദ്ധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഉടനടി ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ആവശ്യം. ഇതിൽ തെരുവുനായകളുടെ നിയന്ത്രണം അത് കൊണ്ടുവരണം, ഇവയെ പിടികൂടണം എന്നൊരു ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്നും ചെയർപേഴ്സണെ കണ്ട് വിഷയം ബോധിപ്പിക്കുക. ഇതിലൊരു ഉടനെ തന്നെ അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്താൻ തന്നെയാണ് നാമി സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ നേരത്തെ തന്നെ നാട്ടുകാർ ഈ വിഷയം അറിയിച്ചിരുന്നു, അധികൃതരെ നഗരസഭയെ അറിയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ തരത്തിൽ ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായത്. 8ഓളം പേർക്ക് പരിക്കേറ്റ സംഭവം എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. ഈ അധികൃതർ ഇത് കാണുന്നില്ല എങ്കിൽ കൃത്യമായി അവരെ അത് കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ അടുത്ത് ദൃശ്യങ്ങളടക്കം സഹിതം തെളിവുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരെ എന്തായാലും നവമി ഉടൻ ബന്ധപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഇത്ര വലിയൊരു സംഭവം കണ്ടിട്ടും കാണാതെ നടിക്കുന്നത് നഗരസഭ? എന്ത് ന്യായീകരണമാണ് അവരിതിന് നൽകുന്നത് നവമി? അപ്പോൾ ഇതുവരെയ്ക്കും നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ മറുപടിയും ലഭ്യമായിട്ടില്ല. നമ്മൾ എന്തായാലും ചെയർപേഴ്സണെ അടക്കം കാണുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ അവർ നഗരസഭാ ചെയർപേഴ്സണെ കണ്ട് ഇക്കാര്യം ബോധിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൗൺസിലർമാരടക്കം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്ന കാര്യം ഇതിനു മുൻപ് തന്നെ ഈ തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല നടപടികളും ഉണ്ടായെങ്കിൽ പോലും ഈ മാലിന്യങ്ങൾ, ഈ ആളുകൾ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് റോഡ് സൈഡുകളിലാണ്. ഇത് കഴിക്കാൻ വേണ്ടി ദൂരെ നാട്ടിൽ നിന്നൊക്കെ തെരുവ് നായകൾ ഇങ്ങോട്ടേക്ക് വരികയും പിന്നീട് അവർ ഇവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഒഴിവാക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല. പലപ്പോഴും നാട്ടുകാരോട് അല്ലെങ്കിൽ ആളുകളോട് പറയുന്നുണ്ട്, ഈ നിങ്ങൾ വേസ്റ്റുകൾ പൊതുയിടങ്ങളിലേക്ക് വലിച്ചെറിയരുത്, ഇവിടെ തെരുവുനായകളുടെ ശല്യം ഉണ്ടാകുമെന്നൊക്കെ. പക്ഷെ അതൊന്നും കേൾക്കാതെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നതിന് എങ്ങനെ തടയാൻ പറ്റുമെന്നാണ് കൗൺസിലർമാർ ചോദിക്കുന്നത്. ഈ വേസ്റ്റുകൾ വലിച്ചെറിയുന്നതിൽ പിഴ ചുമത്തുന്നുണ്ട്. CCTV അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് പൊതുയിടങ്ങളിൽ. പക്ഷെ വീണ്ടും ആളുകൾ ഇതിന്റെ ഒക്കെ കണ്ണ് വെട്ടിച്ച് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് കൗൺസിലർ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ ചോദിച്ചാലും കാര്യമില്ല. പക്ഷെ തെരുവുനായകൾ അവിടെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇനിയും ആളുകളെ കടിക്കുമെന്നൊരു ആശങ്കയുണ്ട്. അവിടെ ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം നടപടി കളമശ്ശേരി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഭവ്യ, തീർച്ചയായും അത്തരത്തിലൊരു നടപടി വളരെ വേഗം ഉണ്ടാവട്ടെ. കളമശ്ശേരി നഗരസഭ ഈ ഒരു അവസ്ഥ കാണട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.
കളമശ്ശേരി നഗരസഭയിൽ മഞ്ഞപ്പിത്ത വ്യാപനം. നഗരസഭയിലെ 10, 12, 14 വാർഡുകളിലായി 13 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 30-ലധികം പേർക്കാണ് രോഗലക്ഷണമുള്ളത്. നഗരസഭാ പരിധിയിലെ ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 വാർഡുകളിലും ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം പടർന്ന മേഖലകളിൽ സൂപ്പർ ഡ്രൈവ് ആരംഭിച്ചതായി കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ പറഞ്ഞു. നമ്മളിപ്പോ മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ടുണ്ട്. നാളെ മെഡിക്കൽ ക്യാമ്പാണ് അവിടെ. അപ്പൊ ഈ 3 വാർഡിലെയും എല്ലാ ആളുകളെയും കൂടി പങ്കെടുപ്പിച്ചിട്ടാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ അനൗൺസ്മെന്റ്, നോട്ടീസ്, ബോധവൽക്കരണ ക്ലാസ്, അതുപോലെ മാസ് ഒരു ക്ലോറിനേഷൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഹെൽത്ത് കമ്മിറ്റി കൂടുതൽ കുറെ തീരുമാനങ്ങൾ എടുത്തു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അധ്യക്ഷതയിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. അപ്പം അത് എല്ലാം കറക്റ്റായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ചെയ്യുന്നുണ്ട്. എറണാകുളം കോതമംഗലത്ത് രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ചു കൊന്ന 6 വയസ്സുകാരി മുസ്കാന്റെ സംസ്കാരം ഇന്ന് നടക്കും. നെല്ലിമറ്റം ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട രണ്ടാനമ്മ അനീഷയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. മന്ത്രവാദ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നവമി ദിനേശ് നൽകും വിവരങ്ങൾ. നവമി, നമ്മളെ ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഈ 6 വയസ്സുകാരിയുടെ കൊലപാതകമെന്നുള്ളത്. എന്തായാലും ഇന്ന് ആ കുഞ്ഞിന്റെ സംസ്കാരം നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴത്തേക്കാണ് സംസ്കാരം? ഭവ്യ, രാവിലെ തന്നെ സംസ്കാരം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് ഈ കുട്ടിയുടെ രണ്ടാനമ്മയാണ്. ഇവർക്ക് അനീഷ. ഇവരുടെ അതായത് ഈ മരിച്ച കുട്ടിയുടെ അമ്മ, അവരുടെ അമ്മയും ഈ ഭർത്താവും തമ്മിൽ വീണ്ടും ഒന്നിക്കുമോ, അല്ലെങ്കിൽ ഈ കുട്ടി അവരുടെ ജീവിതത്തിന് തടസ്സമാകുമോ, അങ്ങനെ നിരവധി ചിന്തകളാണ് ഈ 6 വയസ്സുകാരിയെ കൊല്ലാനായി ഈ രണ്ടാനമ്മയെ പ്രേരിപ്പിച്ചത്. തുടക്കത്തിൽ ഈ കുട്ടിയെ വീട്ടിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പിന്നീട് അസ്വാഭാവികമായിട്ടുണ്ടെന്ന് നാട്ടുകാരും കൗൺസിലറും അടക്കം പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് വിശദമായൊരു പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം അയക്കുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തത്. പക്ഷെ അപ്പോഴും ഈ കുട്ടിയുടെ അച്ഛനും രണ്ടാനമ്മയും ഒപ്പം മറ്റൊരു വ്യക്തിയും പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് കുട്ടിയുടെ രണ്ടാനമ്മയ്ക്ക് മാത്രമാണ് ഈ കൊലപാതകത്തിൽ പങ്കെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്നലെ ആലുവ റൂറൽ SP വൈഭവ് സക്സേന മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടിയുടെ രണ്ടാനമ്മ, അതായത് ഈ പിടിയിലായ യുവതി, അവർക്ക് ഈ ചില മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്. ഇവർ മന്ത്രവാദത്തിനൊക്കെ വലിയ അടിമയാണ്. ഇവർ നിരന്തരം മന്ത്രവാദത്തിനായി പോകുകയും അങ്ങനെ ചില ഒരു സാഹചര്യമുള്ള ഒരു മാനസികമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഒരു യുവതിയാണെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രവാദത്തിന് ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ? എന്തിനാണ് ഈ പെൺകുട്ടിയെ ഇങ്ങനെ കൊന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഇതിന്റെയൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. നവമി, തുടക്കത്തിൽ പ്രധാനമായും പോലീസ് തന്നെ പറഞ്ഞത് മുന്നോട്ടുള്ള, അതായത് ഈ രണ്ടാനമ്മയുടെ വാക്കുകളിൽ നിന്ന്, മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ കുഞ്ഞ് തടസ്സമാകും എന്നതിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ എന്ന ചിന്തയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത പോലീസ് തന്നെ പറഞ്ഞതനുസരിച്ച് അതുമാത്രമല്ല, ഇതിന് പിന്നിൽ മന്ത്രവാദവും ഉണ്ട് എന്നതിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടെത്തുന്നത്? ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണോ നോമി? അങ്ങനെയാണ് ഭവ്യ. ഇന്നലെ തന്നെ റൂറൽ SP ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. മന്ത്രവാദത്തിന്റെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതും വിശദമായി പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ രണ്ടാനമ്മയെ രണ്ടാനമ്മയെ തുടക്ക സമയത്ത് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ടാനമ്മയെയും അച്ഛനെയും സ്റ്റേഷൻ വിളിച്ചു വരുത്തിയ സമയത്തൊന്നും ഈ രണ്ടാനമ്മ തുടക്കത്തിൽ ഒന്നും തന്നെ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നില്ല. അടുത്ത മുറിയിൽ അനിയത്തിയോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഈ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പോലീസ് നിരന്തരം ഇവരെ ചോദ്യം ചെയ്യുകയും ഭർത്താവിൽ നിന്നും ഇവർക്ക് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് ചില പങ്കുകളുണ്ട്, അല്ലെങ്കിൽ ഈ മന്ത്രവാദത്തിലൊക്കെ വലിയ താല്പര്യമുള്ള ഒരു യുവതിയായിരുന്നു തന്റെ ഭാര്യ എന്ന ഈ ഭർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ്
പോലീസ് ഒരു മന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്നാണ് ഈ രണ്ടാനമ്മയെ കാര്യങ്ങളിൽ നിന്നും ഈ മൊഴി പുറത്തേക്ക് വന്നത്. അതിൽ ഇവർ കൃത്യമായി ആ മൊഴിയിൽ പറയുന്നുണ്ട്, മകളെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ്. അതിൽ തന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ്. ഇത് ഞങ്ങളുടെ ബന്ധത്തിലെ ഏതെങ്കിലും വിധത്തിൽ തടസ്സമാകുമോ, ആദ്യ ഭാര്യയെ തിരക്കി ഭർത്താവ് പോകുമോ, അങ്ങനെയുള്ള സംശയങ്ങളാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചതെന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ മന്ത്രവാദത്തിന്റെ സാധ്യത കൂടി പോലീസ് തള്ളുന്നില്ല. ഇവർ മന്ത്രവാദത്തിനായി പോകുന്ന ഒരു യുവാവിനെ കൂടി കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമാണ്. പക്ഷെ അപ്പോഴും അയാളും ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇയാളുടെ പ്രേരണയിലാണോ ഈ യുവതി ഇങ്ങനെ ചെയ്തതെന്നും അതോ മറ്റെന്തെങ്കിലും കാരണം ഇതിന് പിന്നിലുണ്ടോ എന്നതുകൂടി ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവ്യ. ശരി, നവമി ദിനേശാണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് എത്തണം. അതിനു മുൻപ് ഒരു ഇടവേള. എം ഡി വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത ദേശീയ വനിതാ കമ്മീഷൻ. നാഗാലാൻഡ് വനിതാ BJP MP ഫങ്നോൻ കോംബാക്കിന്റെ ആരോപണത്തിലാണ് കേസ്. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. കുമളിയിൽ 4.5 വയസ്സുകാരൻ ഷഫീഖിന്റെ വധശ്രമ കേസിൽ രണ്ടാനമ്മ അനീഷയ്ക്ക് 15 വർഷം തടവ്. അച്ഛൻ ഷെരീഫിനെ 9 വർഷവും തടവിന് വിധിച്ചു. അനീഷ 2 ലക്ഷം രൂപയും ഷെരീഫ് 50,000 രൂപയും പിഴയടക്കണമെന്ന് ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി. വിധിയിൽ സന്തോഷമുണ്ടെന്നും കേരളം ആഗ്രഹിച്ച വിധിയെന്നും ഷഫീഖിന്റെ പോറ്റമ്മ രാഗൻ. കാഫിർ സ്ക്രീൻ ഷോട്ട് കേസിൽ അന്വേഷണം മന്ദഗതിയിലെന്ന് ആരോപിച്ചുള്ള ഹർജി വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തീർപ്പാക്കി. MSF നേതാവ് തിരുവള്ളൂരിലെ മുഹമ്മദ് കാസിം സമർപ്പിച്ച ഹർജി തീർപ്പാക്കിയത് വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി വേഗത്തിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. തിരുനെൽവേലിയിലെ മെഡിക്കൽ മാലിന്യം സംസ്ഥാനം നീക്കം ചെയ്യും. ചെലവ് മാലിന്യം കൊണ്ടുപോയ ഏജൻസിയിൽ നിന്നും ഈടാക്കും. മാലിന്യം കൈമാറിയ സ്ഥാപനങ്ങളും തുക നൽകേണ്ടി വരും. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിലെ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയത് ഇന്നലെയാണ്. 96,853 പേരാണ് മല കയറിയത്. വ്യാഴാഴ്ച 96,007 പേർ ദർശനം നടത്തിയതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് കണക്ക്. വിവിധയിടങ്ങളിൽ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. ഇന്ന് രാവിലെയും കനത്ത തിരക്ക് തുടരുകയാണ്. ശ്രീജിത്ത് ചേരുന്നു സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. സന്നിധാനത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. അവിടെ നല്ല തണുപ്പായിരിക്കുമല്ലേ ഇപ്പോൾ? ഭവ്യ, കാലാവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസത്തെ കാലാവസ്ഥ മാത്രം പറയാൻ കഴിയില്ല. ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി വരുന്നു. നല്ല ചൂടുള്ള സമയങ്ങൾ ഉണ്ട്, രാത്രി പോലും ചൂട് അനുഭവിക്കുന്ന സമയങ്ങളുണ്ട്. എന്തായാലും ഒരു തിരക്കിന്റെ ചൂട് തന്നെയാണ് രാവിലെ പറയാനുള്ളത്. വലിയ തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാൻ സാധിക്കും. വലിയ തിരക്കാണ് ഇന്ന് രാവിലെയും അനുഭവപ്പെടുന്നത്. അതായത് ഏതാണ്ട് 27,000-ഓളം ഭക്തർ ഇന്ന് രാവിലെ ഇതുവരെ 7 മണിവരെ ദർശനം നടത്തിയിരിക്കുന്നു. ഈ ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ എല്ലാ ദിവസവും രാവിലത്തെ ഒരു തിരക്ക് ഇത് തന്നെയാണ്. രാവിലത്തെ തിരക്കിന്റെ ഒരു കാഴ്ച ഇങ്ങനെ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ നട തുറക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അതായത് ഇപ്പോൾ നടയടച്ചുള്ള പൂജകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തിരക്ക് എന്ന് പറയുമ്പോൾ ഇന്നലെയും ഏതാണ്ട് 96,007 പേരാണ് ഇന്നലെ കണ്ടതെങ്കിൽ അത് ഇന്ന് അത്
6800-ലേക്ക് എത്തുന്നു. അതായത് വലിയ തിരക്ക് തുടരുന്നു. ഏതാണ്ട് 1,00,000-ഓളം എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ രാത്രി വൈകിയുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറവായിരുന്നു. ഇവിടെ ഇപ്പോൾ പൂജ നടക്കുകയാണ്, നട അടച്ചുകൊണ്ടുള്ള പൂജ നടക്കുകയാണ്. അതുകൊണ്ട് ദർശനം ഇപ്പോൾ ഇല്ല. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. നട തുറന്ന ശേഷമായിരിക്കും ദർശനവും മറ്റും ഇതിനായി സൗകര്യം ഉണ്ടാകുക. എന്തായാലും അല്പസമയം ഇനി ഇതാണ്. അതിനുശേഷം ശീവേലി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഭക്തരുടെ ദർശനം ഉണ്ടാകുക. എന്തായാലും വലിയ തിരക്കിലേക്ക് തന്നെ സന്നിധാനം വീണ്ടും എത്തുന്ന കാഴ്ച അതാണ് ശ്രീജിത്ത്. ഇന്നത്തേക്ക് 36-ാം ദിവസമായിരിക്കുകയാണ് മണ്ഡലകാലം തുടങ്ങിയിട്ട്. അപ്പോൾ സ്വാഭാവികമായി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ മണ്ഡലകാലം പൂർത്തിയാകാൻ. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ വലിയ തിരക്കായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായും ഈ മണ്ഡല തീർത്ഥാടന കാലം ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ 25, 26 തീയതികളിലൊക്കെ തിരക്ക് കൂടുതൽ നിയന്ത്രണത്തോടെ ഭക്തരെ കടത്തിവിടാനുള്ള തീരുമാനമാണ് സന്നിധാനത്തുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ വടം കെട്ടി ഭക്തരെ ഈ പൂജ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ദർശനമില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഉള്ളത്. നമുക്ക് ചോദിച്ചു നോക്കാം. സ്വാമി എവിടുന്ന ദർശനം? അതായത് വീണ്ടും കുറച്ചുകൂടി ഭക്തരെ കടത്തി വിടുകയാണ്. കുറച്ച് സ്വാമിമാരെ കൂടി കടത്തിവിടുന്നു. അതിന്റെ ഒരു തിക്കും തിരക്കുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ, പ്രത്യേകിച്ച് ഈ ആന്ധ്രയുടെ തെലങ്കാന, ആന്ധ്ര, ഒപ്പം തന്നെ ഇപ്പുറത്ത് കർണാടക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള സ്വാമിമാരാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. നമുക്ക് പലരോടും ചോദിച്ചു നോക്കാം മലയാളികളുണ്ടോ എന്ന്. സ്വാമി എവിടുന്ന? കൊല്ലത്തുനിന്നാണ്. ക്യൂ എങ്ങനെയുണ്ടായിരുന്നു? ക്യൂ ഒരു 3-4 മണിക്കൂർ ക്യൂ നിന്നിട്ടാ വരുന്നത്. എവിടെ മുതൽ ക്യൂ നിന്നു? മരക്കൂട്ടം തൊട്ട് ക്യൂ ആയിരുന്നു. എത്ര സമയം എടുത്തു ഒരു ക്യൂ കടന്നു? 3:30 മണിക്ക് മരക്കൂട്ടം വന്നേ. ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. അവിടെ മുതൽ ഇങ്ങനെ താഴെ പമ്പയിലേക്ക് അവസ്ഥ എന്താ? പമ്പയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാൻ വയ്യ. ഞങ്ങള് രാത്രി കയറിയതാ, 12 മണിക്ക് കയറിയതാ. അന്നേരം കുഴപ്പമൊന്നും അപ്പോഴും വലിയ തിരക്കില്ലായിരുന്നു. ഈ റോഡിൽ ബ്ലോക്ക് അങ്ങനെ വല്ലതും ബ്ലോക്ക് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വന്ന വഴിക്കില്ലായിരുന്നു. ഇവിടെ നടപ്പന്തലും കുറെ നേരം നിന്നോ? നടപ്പന്തൽ കുറച്ചു നേരം ഏറെ നിന്നായിരുന്നു. ഭവ്യ, ഇതാണ് ഇവിടുത്തെ ഒരു പൊതു സാഹചര്യം. അതായത് മരക്കൂട്ടം വരെ ക്യൂ ഉള്ളൂ. ഇത്ര കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന സമയത്തും ഒരു പരിധിവരെ ആശ്വാസം മരക്കൂട്ടം വരെ ക്യൂ ഉള്ളൂ എന്നുള്ളതാണ്. പമ്പയിലും മറ്റും കാര്യമായ ഒരു നിയന്ത്രണമുണ്ട്. അത് പ്രധാനപ്പെട്ട ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെയും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയൊരു തിരക്ക് താഴെ തട്ടിൽ അത്രത്തോളം ഇതൊരു സ്വാഭാവികമായ തിരക്കാണ്. കാരണം 1,00,000-ഓളം തീർത്ഥാടകർ എത്തുന്ന സമയത്ത് ഇത്രത്തോളം തിരക്ക് എന്നുള്ളത് വളരെ സ്വാഭാവികമായ തിരക്ക് എന്ന് മാത്രം പറയാം. എന്തായാലും ഈ മണ്ഡല പൂജ ദിവസം കൂടുതൽ ഭക്തർ തടിച്ചുകൂടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണവും ഉണ്ട്. അവർക്ക് അതിനനുസരിച്ചായിരിക്കും, നിയന്ത്രണങ്ങളോടെ ആയിരിക്കും ഭക്തരെ കടത്തിവിടുക. ഇതിൽ ഹൈക്കോടതിയുടെ ഇടപെടലും മറ്റും ഉണ്ടായിട്ടുണ്ട്. അമ്മ എവിടുന്നാ വരുന്നേ? കോട്ടയം. എത്ര സമയം ക്യൂ നിന്നു? 3 മണിക്കൂർ ഏകദേശം നിന്നിട്ടുണ്ട്. എവിടെ നിന്ന് ക്യൂ നിന്നു ചേട്ടാ? ഞങ്ങളെ ശരംകുത്തി അവിടെ. എപ്പോ കേറാൻ തുടങ്ങി? ഞങ്ങൾ രാവിലെ വൈകിട്ട് 12 മണി തൊട്ട് കയറിയത്. ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ? എന്താ ക്യൂവിന്റെ? നല്ല തിരക്കാ. ഇന്ന് നല്ല തിരക്കാ. ഏറ്റവും കൂടുതൽ പേരെത്തിയത് ഇന്നലെയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടർച്ച കൂടി ഉണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു മോളെ? ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ട് അമ്മേ? എന്തായാലും ഭവ്യ, ഇതൊക്കെയാണ് ഭക്തരുടെ ഒരു സാഹചര്യം. സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീജിത്ത്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഭക്തർ, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തർ, അതേപോലെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മലബാറിലൊക്കെ കൂടുതലും 41 ദിവസം വ്രതം പൂർത്തിയാക്കി ശബരിമലയിൽ എത്തിയ അയ്യപ്പനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും, എന്ന ഭക്തരാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ന് 36-ാം ദിവസമാണ് മണ്ഡലം തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസത്തിൽ തിരക്ക് കൂടാനേ സാധ്യതയുള്ളൂ അല്ലേ?
തീർച്ചയായും തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത, അതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഈ മണ്ഡലം 1 മുതൽ വ്രതം അനുഷ്ഠിച്ചു വരുന്ന ഭക്തരെ സംബന്ധിച്ച് അത് അവരേറ്റവും അവസാനം വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. തങ്കേങ്കി ചാർത്തിയുള്ള ദീപാരാധന കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ അത്തരം ഒരുപാട് ആളുകൾ ഉണ്ടാവും, ലക്ഷക്കണക്കിനുണ്ടാവും. എല്ലാവർക്കും അങ്ങനെ സൗകര്യം ഒരുക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളോടെ, അതായത് ഈ ഒരു 1 ലക്ഷം പേർ സന്നിധാനത്തുണ്ടായാൽ അതിനും അപ്പുറത്തേക്കൊരു തിരക്കിലേക്ക് പോകാൻ അനുവദിക്കാൻ കഴിയില്ല. കാരണം അത് പല അനിഷ്ട സംഭവങ്ങൾക്കും കാരണമാകും. അപ്പോൾ അത്തരം ക്രമീകരണങ്ങളാണ് ഇവിടെ നടത്തിവരുന്നത്. ഇപ്പോൾ ഇവിടെ ഉഷപൂജ നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ നട തുറക്കും. അതിനുവേണ്ടി ദർശനത്തിനായുള്ള ഭക്തരുടെ കാത്തിരിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം ഉള്ളത്, അതായത് ഹൈക്കോടതിയും ഇത് കേവലം പോലീസോ ദേവസ്വം ബോർഡോ മാത്രമല്ല, ഹൈക്കോടതിയുടെ കൂടി ഇടപെടലോടുകൂടിയാണ് ഈ ദിവസങ്ങളിലെ ഒരു പരിപൂർണമായ ഒരു നിയന്ത്രണം ഉണ്ടാകാം. ഇപ്പൊ 25, 26 തീയതികളിൽ ഈ വെർച്വൽ ക്യൂ വഴിയൊക്കെ ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതായത് ഒരു 54,000 അല്ലെങ്കിൽ ഒരു 60,000-ഓളം ബുക്കിംഗ്, അതായത് ഈ നേരിട്ട് ഭക്തരെത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് ഒരുപക്ഷെ നിലവിൽ അതിന് പ്രഖ്യാപനം വന്നിട്ടില്ല. സ്പോട്ട് ബുക്കിംഗ് അടക്കം നിയന്ത്രിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇത് തുടങ്ങുന്ന ദിവസമാണെങ്കിലും അങ്ങനെ തന്നെയാണ് സാഹചര്യം. അതായത് ഈ ഒരു മകരവിളക്ക് ദിവസം ഒക്കെ ആയാലും അത് തന്നെയാണ്. പൂജയ്ക്കായി മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ ശബരിമല ക്ഷേത്ര നടയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്പസമയം പൂജയുണ്ടാവും. അതിനുശേഷം നട തുറക്കുന്ന ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ കാത്തു നിൽക്കുന്ന ഓരോ ഭക്തരും. എന്തായാലും ഭക്തർ വിശ്വാസപൂർവ്വം ഭക്തർ ഈ ക്ഷേത്ര നടയ്ക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ എന്തായാലും കിട്ടിയ ഭക്തർക്ക് ദർശനത്തിനുള്ള സാഹചര്യം ലഭിച്ചിരുന്നു. അവരെ ദർശനം നടത്തിയവരെ വീണ്ടും കടത്തിവിടാൻ തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 5-8 മിനിറ്റോളം ഇവിടെ ദർശനം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നട തുറന്ന് മേൽശാന്തി ഉൾപ്പെടെ ഉള്ളിലേക്ക് കയറിയതോടെയാണ് ദർശനത്തിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരും ദർശനത്തിനായി ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെയും ഇപ്പോൾ കടത്തിവിട്ടിട്ടുണ്ട്. അങ്ങനെ വിവിധ തലത്തിലുള്ളവർ, ഇന്നലെ കെ മുരളീധരൻ ഉണ്ടായിരുന്നു, രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും ദീപാരാധന സമയമാണ് ഇവിടെ എത്തിയത്. ഇന്ന് AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് എത്തും എന്നുള്ള വിവരമുണ്ട്. അങ്ങനെ വിവിധ VIP-കൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ, ജഡ്ജിമാർ, അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല മണ്ഡല പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കാഴ്ച 22-ാം തീയതി ഇനി 22-ന് തങ്കേങ്കി ചാർത്തിയുള്ള തങ്കേങ്കി ഘോഷയാത്ര പുറപ്പെടും. 25-ന് അതെത്തുന്നു. അങ്ങനെ ദീപാരാധന. എന്തായാലും ഉഷപൂജയ്ക്കുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു, പൂജകൾ ആരംഭിച്ചിരിക്കുന്നു. ഭവ്യ. ശരി, ജി ശ്രീജിത്താണ് ശബരിമലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ ഇപ്പോൾ ശബരിമലയിൽ ദർശനത്തിനെത്തിയിട്ടുണ്ട്. ശബരിമലയിലെത്തുന്ന ഭക്തരിൽ ഹൃദയാഘാതം മൂലമുള്ള മരണം പരമാവധി ഒഴിവാക്കാൻ പദ്ധതി വരുന്നു. അടിയന്തര വൈദ്യചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ആരോഗ്യവകുപ്പുമായി ചേർന്ന് പദ്ധതിയുടെ കരട് തയ്യാറായി വരുന്നതായി ശബരിമല ADM ഡോക്ടർ അരുൺ S. നായർ ന്യൂസ് 18നോട് പറഞ്ഞു. യുവ IAS ഉദ്യോഗസ്ഥനായ അരുണാണ് ഇത്തവണ ശബരിമലയിൽ സർക്കാരിനു വേണ്ടി ഏകോപന പ്രവർത്തനം നടത്തുന്നത്. അരുണിന്റെ പ്രതികരണത്തിലേക്ക്. തീർത്ഥാടനകാലം ആകെ ഇവിടെ മുഴുവൻ ഈ ആളുകൾക്കിടയിൽ നിന്നൊരാളെന്നുള്ള നിലയിൽ ഇനി ശബരിമല എങ്ങനെ മാറണം, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അത്തരം ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ടോ? അതെങ്ങനെയാണ്? ഒരുപാട് വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളിലും മറ്റും ഒരുപാട് വ്യത്യാസങ്ങൾ ഇനിയും വരാനുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതൊരു കാനന ക്ഷേത്രമാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വലിയ നിർമ്മിതികളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യവുമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രകൃതിയെ കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു ബാലൻസിങ്, ഇവിടെ വരുന്ന ആൾക്കാരെ, ഈ ഒരു 60-70 ലക്ഷം ആൾക്കാരെ സേവിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സുഗമമായിട്ടുള്ള ഒരു ദർശനം കിട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യം പോലെയുള്ള, നമുക്ക് 40ഓളം ആൾക്കാർ കഴിഞ്ഞ വർഷം മരിക്കുകയുണ്ടായി ശബരിമലയിൽ എത്തിയിട്ട്. അത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ ടെക്നോളജിയാണ്, നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇനിയും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുണ്ട്. അപ്പോൾ അത് വരും വർഷങ്ങളിൽ സാധ്യമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് താങ്കൾ MBBS കഴിഞ്ഞിട്ടാണ് സിവിൽ സർവീസ്. അതെന്താണ് അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്ക്? ഒരുപാട് പേര് അങ്ങനെ മാറുന്നവരുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ കൊണ്ടാണോ? എന്താണ്?
MBBS കഴിഞ്ഞു, ഏകദേശം ഒരു 6 മാസക്കാലത്തോളം ജോലി ചെയ്തു. അപ്പോഴാണ് ശരിക്കും ഇതെൻ്റെ പ്ലാറ്റ്ഫോം അല്ല എന്ന് തിരിച്ചറിയുന്നത്. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഒരു വലിയ സ്പേസ് വേണമെന്ന് എനിക്ക് തോന്നി. കാരണം ആ ഒരു ജോലി എന്നെ ഒരു ആത്മസംതൃപ്തിയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് മാറിയത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശബരിമലയിൽ എത്തുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യം എൻ്റെ ശ്രദ്ധ പോയത് ആരോഗ്യ മേഖലയിലേക്ക് തന്നെയാണ്. ഇവിടെ നടക്കുന്ന മരണങ്ങൾ കാണുമ്പോൾ നമ്മളൊരു സീറോ ഡെത്ത് പോളിസി എന്നുള്ള രീതിയിൽ ഒരു SOP ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വർഷം സീറോ ഡെത്തിലേക്കോ അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റിലേക്കോ കൊണ്ടെത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും വരും വർഷങ്ങളിൽ അടുത്തൊരു 5 വർഷക്കാലത്തിലേക്കെങ്കിലും നമുക്കൊരു സിംഗിൾ ഡെത്തിലേക്ക് അല്ലെങ്കിൽ സിംഗിൾ നമ്പർ ഡെത്തിലേക്കെങ്കിലും നമ്മുടെ അയ്യപ്പ ഭക്തന്മാരുടെ സുരക്ഷിതത്വം എത്തിക്കാനുള്ള ഒരു പോളിസി പേപ്പറാണ്. അപ്പോൾ അത് ആരോഗ്യവകുപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് ഈ വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വരും വർഷങ്ങളിൽ ആ ഒരു അനുഭവ സമ്പത്ത് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്തൊരു പക്ഷേ നമുക്ക് അത്തരത്തിൽ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതെന്താണ്, അവബോധം സൃഷ്ടിക്കലാണോ, എന്താണ് അത്? അവബോധം സൃഷ്ടിക്കുന്നത് മുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് വരെ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അവബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ പലരും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. വ്രതം തുടങ്ങുമ്പോൾ ഡയറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ അവരുടെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രഷറിനോ അല്ലെങ്കിൽ ഷുഗറിനോ ഒക്കെ കഴിക്കുന്ന മരുന്നുകളൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, ലോങ് ടേം ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്തന്മാർ മല കയറുമ്പോഴത്തേക്ക് പലപ്പോഴും കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നത് കാർഡിയാക് അറസ്റ്റിലാണ്, പ്രത്യേകിച്ച് നീലിമല അപ്പാച്ചിമയുടെ ആ ഒരു സ്ട്രെച്ചിൽ. അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല വരുന്ന വഴികളിലെല്ലാം നമ്മളിപ്പോൾ എമർജൻസി മെഡിക്കൽ സെൻറ്റേഴ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രെച്ചർ വോളണ്ടിയേഴ്സ് ആദ്യമായിട്ട് നമ്മൾ വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചർ വോളണ്ടിയർ ടീംസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ട്രെച്ചിലും ഏത് സ്ട്രെച്ചർ വോളണ്ടിയേഴ്സ് ആണ് ക്യാരി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു ഭക്തൻ വീണ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ അവിടെ ഒരു സ്പെഷ്യൽ കെയർ എത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് പോരായിരിക്കും അല്ലേ? കാരണം അതൊക്കെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് വേണം. 5 മിനിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു വലിയ സമയം തന്നെയാണ്. കാരണം ഒരു കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ 30 സെക്കൻഡിലോ 1 മിനിറ്റിലോ നമുക്ക് വൈദ്യസഹായം ലഭിക്കാൻ സാധിക്കണം. അപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നമ്മൾ CPR ട്രെയിനിങ് ഇപ്പോൾ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പടിപടിയായിട്ട് നമുക്ക് ഈ ഒരു ആരോഗ്യ മേഖല ഇവിടെ സുശക്തമാക്കാൻ സാധിക്കും. ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഒരു മരണനിരക്ക് വളരെ ഗണ്യമായി കുറച്ചുകൊണ്ട് ഭക്തന്മാർക്ക് നമുക്കിവിടെ ദർശനം ഒരുക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു പോളിസിയുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ മണ്ഡല പൂജ വരികയാണ്, കൂടുതൽ എന്തെങ്കിലും ഒരുക്കങ്ങൾ അതെങ്ങനെയാണത്? നമുക്കിപ്പോൾ 25-26 നമ്മൾ ഒരു വലിയ തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൂചനയായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാവുന്ന പോലെ 80,000-നും 85,000-നും മുകളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്രൗഡ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഒരു മീറ്റിംഗ് ഇനി ഉടനടി ചേരുന്നുണ്ട് ബന്ധപ്പെട്ട വകുപ്പ്, പോലീസ് ഉൾപ്പെടെയുള്ള വകുപ്പുമായിട്ട് ചേർന്നിട്ട്. അപ്പോൾ അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ, ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ആ മീറ്റിംഗിൽ സ്വീകരിക്കുന്നതായിരിക്കും. മകരവിളക്ക് വരെ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും മകരവിളക്ക് കഴിഞ്ഞ് എല്ലാ ഭക്തന്മാരും പടിയിറങ്ങുന്നത് വരെ ഇതേ രീതിയിൽ സുഗമമായി പോകണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ അതുവരെ തീർച്ചയായിട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ജോലിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് തീർക്കുന്നത് വരെ ആ ഇതേ ഒരു മൊമെൻറ്റത്തിൽ തന്നെ പോകട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. തീർച്ചയായും അരുണസ് നായർ ആഗ്രഹിക്കുന്നത് അത് ജനങ്ങളോട്, ഇവിടെ എത്തുന്ന ഭക്തരുടെ കൂടി ആവശ്യമാണ്, അവർക്ക് കൂടി ഗുണകരമാകുന്ന ഒരു ആഗ്രഹം തന്നെയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇത്തവണ ഇതുവരെയും അങ്ങനെ കാര്യമായ പരാതികളൊന്നും ഇല്ലാതെ പോകാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ആത്യന്തികമായ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന ഭക്തർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അരുണിൻ്റെ പ്രവർത്തന രീതികൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് കരുതുകയും ചെയ്തത്. കൊല്ലം കടക്കൽ സ്വദേശിയാണ് ഡോക്ടർ അരുണസ് നായർ. എന്തായാലും തീർത്ഥാടനം സുഗമമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം G ശ്രീജിത്ത്, News 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് കോവളത്ത് തുടക്കം. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി V ജോയ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയ് തന്നെ തുടരാനാണ് സാധ്യത. ഡാൻ കുര്യൻ ചേരും വിവരങ്ങളുമായി. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് പ്രതിനിധി സമ്മേളനം തുടങ്ങുകയാണ്. പ്രധാനമായും കോവളത്താണ്. ഈ യുവത്വം വരട്ടെ എന്നാണ് പ്രധാനമായും പറയുന്നത് അല്ലെ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിനിധി സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ആയിരിക്കും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഇന്നലെ സമ്മേളന നഗരിയിൽ സംഘാടക സമിതിയുടെ ചെയർപേഴ്സണായ TN സീമ പാർട്ടി പതാക ഉയർത്തിയതോടെയാണ് ജില്ലാ സമ്മേളനത്തിന് ഔദ്യോഗികമായി
തുടക്കമായത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടിയെ സംഘടനാ തലത്തിൽ കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണമെന്നൊരു പൊതു വിലയിരുത്തലുണ്ട്, പൊതു അഭിപ്രായമുണ്ട്. പക്ഷേ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വി ജോയ് ചന്ദ തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് തന്നെയാണ് ഇതിൽ മുൻതൂക്കം ലഭിക്കുകയും ചെയ്യുക എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നു. അദ്ദേഹം സമ്മേളനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഈ റിപ്പോർട്ടിന്മേൽ പിന്നീട് വിശദമായ ചർച്ചകൾ നടക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും മുഴുവൻ സമയവും ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. മംഗലപുരത്തടക്കമുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. മധു മുല്ലശ്ശേരി പാർട്ടി വിട്ട സാഹചര്യം ഏരിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പാർട്ടി വിടാനുണ്ടായ സാഹചര്യം ഇതടക്കം തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഏത് തരത്തിലായിരിക്കണം ഒരുക്കങ്ങൾ സജീവമാക്കേണ്ടത്, BJPയുമായി നേർക്കുനേർ ഏറ്റുമുട്ടേണ്ട സാഹചര്യം CPMന് പല കേന്ദ്രങ്ങളിലുമുണ്ട്, പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ അടക്കം. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ നേരത്തെ സൂചിപ്പിച്ച പോലെ യുവ പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് ഈ ചർച്ചകൾ കടക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയ് തന്നെ തുടരാനായിരിക്കുമല്ലേ സാധ്യത? അപ്പോൾ തന്നെ പ്രധാനമായും പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതൃത്വത്തിന് പ്രായമായി വരുന്നു, അപ്പോൾ യുവത്വം വരണമെന്ന്. അതിനുള്ള സാധ്യത അത് എത്രമാത്രം ഉണ്ട്? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? വി ജോയുടെ നേതൃത്വത്തിൽ പാർട്ടിക്ക് താഴെത്തട്ടിൽ മുതൽ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു പൊതു വിലയിരുത്തലുണ്ട് നേതൃത്വത്തിന്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ ഒഴിവാക്കിയാൽ സംഘടനയെ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായി മുമ്പോട്ട് നയിക്കാൻ വി ജോയ്ക്ക് കഴിയുന്നു എന്ന വിലയിരുത്തലിൽ തന്നെയാണ് അദ്ദേഹത്തെ തന്നെ ഒരു തവണ കൂടി, ഒരു ടൈം കൂടി പരിഗണിക്കാനുള്ള സാധ്യത ഏറുന്ന ഒരു സാഹചര്യം. അതല്ല എങ്കിൽ മറ്റ് പല പേരുകൾ ചർച്ചയിൽ വരും. പക്ഷേ അവിടെ പൊതു സ്വീകാര്യത തന്നെയായിരിക്കും വി ജോയ്ക്ക് അനുകൂല ഘടകമായി മാറുക. മംഗലപുരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും മധു മുല്ലശ്ശേരി രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ഉൾപ്പെടെ മുഴുവൻ നേതാക്കളും വി ജോയ്ക്ക് അനുകൂലമായ നിലപാടായിരുന്നു എടുത്തത്. അതുതന്നെയാണ് വി ജോയ്ക്കൊപ്പമാണ് പാർട്ടി, അല്ലെങ്കിൽ വി ജോയ്ക്കൊപ്പമാണ് ജില്ലാ നേതൃത്വം, മറ്റ് സംവിധാനങ്ങൾ എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെന്ന് മാറിയിരുന്നു. അതുതന്നെയാണ് വി ജോയുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടൈം കൂടി വി ജോയി തിരുവനന്തപുരത്ത് CPMനെ നയിക്കാനാണ് സാധ്യതയേറുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. തമിഴ്നാട് തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞും RCC. മാലിന്യ നീക്കത്തിന് കരാറെടുത്തിരിക്കുന്ന ഏജൻസികളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം കരാർ കമ്പനികൾക്ക് മാത്രമാണെന്നും RCC സൂപ്രണ്ട് ന്യൂസ് 18നോട് പറഞ്ഞു. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ സംവിധാനങ്ങൾ RCCക്ക് ഉണ്ടെന്നും അധികൃതർ അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് പുറമെ തമിഴ്നാട് പോലീസും RCCയിലെത്തി. തിരുനെൽവേലിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആശുപത്രി മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പേരിലുള്ള ലെറ്റർ പാഡുകളും രോഗികളുടെ വിവരങ്ങളും കണ്ടെത്തിയതിന് പിന്നാലെയാണ് വിശദീകരണവുമായി RCC അധികൃതർ രംഗത്തെത്തിയത്. ആശുപത്രിയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കേരള ശുചിത്വ മിഷന്റെയും അംഗീകാരമുള്ള സുരേഷ് ഇക്കോസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡാണ്. ബയോമെഡിക്കൽ മാലിന്യങ്ങളാകട്ടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇമേജ് എന്ന സംഘടനയും RCCയിൽ നിന്ന് ശേഖരിച്ച് സംസ്കരണം നടത്തുകയാണ് പതിവെന്ന് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞു. ഓരോ മാലിന്യവും സെപ്പറേറ്റ് ആണ് നമ്മൾ ശേഖരിക്കുന്നത്. ഇപ്പോൾ ബയോമെഡിക്കൽ മാലിന്യം സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് അതിനെ ഇപ്പോൾ അതൊരു സെപ്പറേറ്റ് കളറുള്ള ബാഗിൽ, ഒരു യെല്ലോ കളർ, റെഡ് കളർ ബാഗിലാണ് ശേഖരിക്കുന്നത്. അത് എവിടെയാണോ ശേഖരിക്കുന്നത്, വാർഡിലാണെങ്കിൽ വാർഡിൽ, OPയിലാണെങ്കിൽ OPയിൽ, അവിടുന്ന് ശേഖരിച്ച് അതിനെ ഒരു ടൈ ചെയ്ത് അവിടുന്ന് തന്നെ അത് ലോക്ക് ചെയ്തിട്ടാണ് പിന്നെ പുറത്തേക്ക് പോകുന്നത്. ആ ഓരോ ബാഗിലും RCCയുടെ പേര്, സ്റ്റിക്കറും എംബ്ലം അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ബാഗ്സും ബാർകോഡഡ് ആണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് IMAയുടെ ഇമേജ് എന്നുള്ള സംഘടനയ്ക്കാണ് നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുവന്നത്. അവർ ഓരോ ബാഗും സ്കാനർ വെച്ച് ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് നടത്തുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നു. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും വിജിലൻസ് ഉദ്യോഗസ്ഥരും തമിഴ്നാട് പോലീസ് സംഘവും ആശുപത്രിയിൽ പരിശോധന നടത്തി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.
പക്ഷിപ്പനിയെ തുടർന്ന് താറാവുകളുടെ ഇറച്ചി, മുട്ട എന്നിവയുടെ വിപണനം തടയപ്പെട്ടതോടെ ഏറെ പ്രതിസന്ധിയിലായത് ഹാച്ചറി ഉടമകളാണ്. 7 മാസം നീണ്ട നിരോധനം ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ വരെ ബാധിച്ചു. വിരിയാറായ ആയിരക്കണക്കിന് മുട്ടകൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് നശിപ്പിച്ചു കളഞ്ഞെങ്കിലും ₹1 പോലും കർഷകർക്ക് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി താറാവുകളെ വളർത്തുന്നതിനൊപ്പം തന്നെ മുട്ട വിരിയിച്ചിറക്കുന്നതും കർഷകർക്ക് വലിയൊരു വരുമാന മാർഗമായിരുന്നു. എന്നാൽ അത്തരത്തിൽ വരുമാന മാർഗമായിരുന്ന ഹാച്ചറികളുടെ അവസ്ഥയാണ് ന്യൂസ് 18 പരിശോധിക്കുന്നത്. ഈ കാണുന്ന ഇടത്താണ് ഇവർ മുട്ട വിരിയിച്ചെടുത്തിരുന്നത്, അല്ലേ? എന്താ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താ? ഇപ്പം പണികളൊന്നുമില്ല, മുട്ടവെപ്പ് ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഇതുകൊണ്ട് ജീവിച്ച് 30 കൊല്ലം കൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്. അന്ന് ഞങ്ങൾ താറാവിനെ വളർത്തുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയാണ് ഈ താറാവിനെ കൊടുത്തുകൊണ്ടിരുന്നത്. ഒന്ന് കാണിക്കോ, ഇതിന്റെ സംവിധാനങ്ങൾ ഒന്ന് കാണിക്കോ, ഒന്ന് വിശദീകരിക്കോ? എനിക്ക് 1.5 ലക്ഷം മുട്ട വെക്കുന്ന മെഷീനുണ്ട്. മെഷീനും കൊണ്ട് ഞങ്ങൾക്കിപ്പം ഇതുകൊണ്ട് ഞങ്ങളുടെ പിള്ളേരെ വളർത്തുന്നു, ഇതുകൊണ്ട് ജീവിക്കുന്നതും ഉള്ള ഒരു തൊഴിലായ ഒരു സംരംഭമായിരുന്നു ഇത് മെഷീന്. ഇപ്പം ഞങ്ങൾ ഇറങ്ങാറായ മുട്ട, ഒരു മുട്ടയ്ക്ക് ഞങ്ങൾക്ക് 22 രൂപ മുതൽ 25 രൂപ മുടക്കുള്ള മുട്ടയാണ് ഞങ്ങളുടെ നശിപ്പിച്ച് കളഞ്ഞത്. 3 മുട്ട വെച്ചാൽ ഒരു കുഞ്ഞ് വിരിയത്തില്ല. പേരസ്റ്റോക്കുകൾ നാട്ടിലില്ല. താറാവിൻ്റെ അമിതമായ തീറ്റയുടെ വിലയും ഇതുകൊണ്ട് ആളുകൾ കേരളത്തിൽ നിന്ന് താറാവിൻ്റെ ബിസിനസ് കുറഞ്ഞു. തുടർച്ചയായി വരുന്ന ഈ നിരോധനം നിങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? തുടർച്ചയായി അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മുട്ട വെച്ച് 28 ദിവസം കഴിയുമ്പോഴാണ് കുഞ്ഞ് വിരിഞ്ഞിറങ്ങുന്നത്. ഇപ്പോൾ സർക്കാർ നിരോധിച്ചത് മുഖാന്തരം ഞങ്ങൾക്ക് ഇപ്പം മുട്ട വെക്കാൻ കഴിയുന്നില്ല. അപ്പം കള്ളിങ് ചെയ്യപ്പെട്ട താറാവുകൾ അല്ലാതെ മുട്ടയും കൂടി നഷ്ടപ്പെട്ട ആളുകളാണല്ലേ നിങ്ങൾ? അതെ. എന്റെ 50,000 മുട്ടയോളം ഈ കഴിഞ്ഞ പ്രാവശ്യം നശിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരെയും മുട്ട നശിപ്പിച്ചിട്ടുണ്ട്. ഒരു അവസ്ഥ എന്താ ചേട്ടാ? ഞങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം ഉള്ള മാർഗ്ഗമായിരുന്നു ഇത്. ഇപ്പം അവസ്ഥ ഉണ്ടല്ലേ, ഈ അവസ്ഥയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ വീടുകൾ പട്ടിണി, ക്രിസ്മസ് ഞങ്ങൾക്ക് ആഘോഷമില്ല. ഞങ്ങളുടെ പിള്ളേർക്കൊന്നും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത രീതിയായിപ്പോയി ഞങ്ങളുടെ രീതി ഈ വർഷം വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഒരു സീസൺ വന്നെങ്കിലേ ഞങ്ങളുടെ അവസ്ഥ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ തുടർച്ചയായി വരുന്ന നിരോധനം, അതും ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നിരോധന കാലഘട്ടം, നീണ്ടുപോകുന്ന കാലഘട്ടം ഇത്തവണയാണ് ഉണ്ടായിരിക്കുന്നത്. അത് കർഷകരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ആ നിരോധനം നീണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും ദുരന്തപൂർണമായ അവസ്ഥ. അതിന് താങ്ങായി സർക്കാർ ഇവർക്ക് കൃത്യമായൊരു പിന്തുണ നൽകുന്നതിനോ അല്ലെങ്കിൽ ഈ ഒരു വ്യവസായത്തെ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിനോ തയ്യാറായില്ല എന്നതുമാണ് ദുഃഖകരം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഹരിപ്പാട് ചെന്നിത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശബരിമല പാതയിൽ രൂപമാറ്റം വരുത്തി തീർത്ഥാടനത്തിനെത്തുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ്. കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും അനാവശ്യ അലങ്കാരങ്ങളും അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട ഇലവെങ്കലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച രൂപമാറ്റം വരുത്തിയ ഓട്ടോറിക്ഷ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് പിഴ അടപ്പിച്ചത്. സേഫ് സോൺ പദ്ധതിയിലെ ഉദ്യോഗസ്ഥരാണ് കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ച വാഹനം പിടികൂടി 5000 രൂപ പിഴയിട്ടത്. സമാനമായ രീതിയിൽ രൂപമാറ്റം വരുത്തിയ ഓട്ടോറിക്ഷ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങൾ കൂടുതലായി എത്തുന്ന സാഹചര്യത്തിലാണ് ശബരിമല പാതയിൽ പരിശോധനകൾ കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. അധികമായി അലങ്കരിച്ചു വരുന്ന ഓട്ടോറിക്ഷകൾ, ജീപ്പുകൾ, അത് കൂടാതെ തന്നെ എക്സ്ട്രാ ഓൾട്രേഷൻ വർക്കുകൾ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ നമുക്ക് ശബരിപാതയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരം വാഹനങ്ങൾ കൊണ്ട് നമ്മുടെ കാഴ്ച മറയ്ക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും നമുക്ക് റോഡിൽ നേടാൻ കഴിയില്ല. എതിർദിശയിൽ വരുന്ന വാഹനത്തിന്റെ കാഴ്ച മറയ്ക്കുന്ന ലൈറ്റുകളോടെയാണ് പല വാഹനങ്ങളുടെയും അലങ്കാരങ്ങൾ. മറ്റു ചില വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് കാണാൻ കഴിയാത്ത തരത്തിലും അലങ്കരിക്കുന്നു. ഇത്തരം അലങ്കാരങ്ങൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നതായി മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. വാഹനങ്ങൾ പിടികൂടി പിഴയടയ്ക്കുന്നതിന് പുറമെ അലങ്കാരങ്ങൾ നീക്കം ചെയ്ത് മാത്രമേ സഞ്ചരിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. MD വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത ദേശീയ വനിതാ കമ്മീഷൻ. നാഗാലാൻഡ് വനിതാ BJP MP ഫങ്നോൺ കോംബാക്കിന്റെ ആരോപണത്തിലാണ് കേസ്. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു.
കുമളിയിൽ 4.5 വയസ്സുകാരൻ ഷഫീഖിന്റെ വധശ്രമ കേസിൽ രണ്ടാനമ്മ അനീഷയ്ക്ക് 15 വർഷം തടവ്. അച്ഛൻ ഷെരീഫിനെ 9 വർഷവും തടവിന് വിധിച്ചു. അനീഷ 2 ലക്ഷം രൂപയും ഷെരീഫ് 50,000 രൂപയും പിഴയടക്കണമെന്ന് ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി. വിധിയിൽ സന്തോഷമുണ്ടെന്നും കേരളം ആഗ്രഹിച്ച വിധിയെന്നും ഷഫീഖിന്റെ പോറ്റമ്മ രാഗിണി. കാഫിർ സ്ക്രീൻ ഷോട്ട് കേസിൽ അന്വേഷണം മന്ദഗതിയിലെന്ന് ആരോപിച്ചുള്ള ഹർജി വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തീർപ്പാക്കി. MSF നേതാവ് തിരുവള്ളൂരിലെ മുഹമ്മദ് കാസിം സമർപ്പിച്ച ഹർജി തീർപ്പാക്കിയത് വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി വേഗത്തിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. തിരുനെൽവേലിയിലെ മെഡിക്കൽ മാലിന്യം സംസ്ഥാനം നീക്കം ചെയ്യും. ചെലവ് മാലിന്യം കൊണ്ടുപോയ ഏജൻസിയിൽ നിന്നും ഈടാക്കും. മാലിന്യം കൈമാറിയ സ്ഥാപനങ്ങളും തുക നൽകേണ്ടി വരും. കാസർഗോഡ് കോവൽപ്പള്ളി ജംഗ്ഷനിൽ അശ്രദ്ധമായി റോഡ് മുറിച്ചു കടന്ന കുട്ടി അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. KSRTC ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലാണ് അപകടം ഒഴിവാക്കി. തൃശൂർ കുന്നംകുളം കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷം. 2 SFI പ്രവർത്തകർക്കും 2 ABVP പ്രവർത്തകർക്കും പരിക്കേറ്റു. സംഘർഷത്തിൽ കലാശിച്ചത് ക്രിസ്മസ് ആഘോഷത്തിനിടയിലുണ്ടായ വാക്കുതർക്കം. കണ്ണൂരിൽ ട്രെയിനിൽ കയറുന്നതിനിടെ കാൽ തെന്നി വീണ് യാത്രക്കാരൻ മരിച്ചു. വൈകിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ ഇനി പോകുന്നത് ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? ഇന്ന് ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്നല്ലേ നോക്കാം. എറണാകുളം കോതമംഗലത്ത് രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ചു കൊന്ന 6 വയസ്സുകാരി മുസ്കാന്റെ സംസ്കാരം ഇന്ന് നടക്കും. നെല്ലിമറ്റം ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട രണ്ടാനമ്മ അനീഷയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. മന്ത്രവാദ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് ഇന്ന് സൊസൈറ്റി അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTVയും വിശദമായി പോലീസ് പരിശോധിക്കും. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷമാകും സാബുവിന്റെ സംസ്കാരം നടക്കുക. മറ്റൊന്ന്, നവകേരള സദസ്സിലെ വിവാദമായ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കേസ് കോടതി ഇന്നാണ് പരിഗണിക്കുന്നത്. എറണാകുളം CJM കോടതിയാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് കോടതിയെ സമീപിച്ചത്. അതാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് നടക്കാൻ പോകുന്നത് വിവാദ ദല്ലാൾ TG നന്ദകുമാറിന് നൽകിയ മാനനഷ്ട കേസ് കോടതി ഇന്ന് പരിഗണിക്കും. BJP നേതാവ് അനിൽ ആന്റണിയാണ് കോടതിയിൽ ഹാജരാവുക. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ അനിൽ ആന്റണിയോട് ആവശ്യപ്പെട്ടിരുന്നു കോടതി. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനവും ഇന്ന് കോവളത്ത് നടക്കും. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി B ജോയ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയ് തന്നെ തുടരാനാണ് സാധ്യതയുള്ളത്. അതേപോലെ തന്നെ CPM വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനവും ഇന്ന് തന്നെയാണ്. A വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുക. സുൽത്താൻ ബത്തേരിയിലാണ് സമ്മേളനം നടക്കുന്നത്. 217 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ വൈകിട്ട് സമ്മേളനത്തിന് കൊടി ഉയർന്നിരുന്നു. മറ്റൊന്ന്, ഇന്ന് നടക്കാൻ പോകുന്ന ഒരു പ്രധാന ശിക്ഷാവിധിയാണത്. ഇതാണ് കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധിയാണ് ഇന്ന് വരാൻ പോകുന്നത്. വിധി പറയുന്നത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയായിരിക്കും. പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം 2022-ലായിരുന്നു. ജോർജ് വെടിവെച്ചു കൊന്നത് സഹോദരനെയും മാതൃ സഹോദരനെയുമാണെങ്കിലും ആ കേസിൽ ഇന്ന് വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമായ മറ്റൊരു കാര്യം ഇന്ന് നടക്കാൻ പോകുന്നത് മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. വയനാട് കളക്ടറേറ്റിലാണ് ഈ യോഗം ചേരുക.
നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൽ ഗുണഭോക്താക്കൾക്കായി 388 കുടുംബങ്ങളാണ് കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പരാതിയുള്ളവർക്ക് 15 ദിവസത്തിനുള്ളിൽ അറിയിക്കാൻ സാധിക്കും. 30 ദിവസം കഴിഞ്ഞാൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. എന്തായാലും അത് സംബന്ധിച്ചൊരു ചർച്ച, പുനരധിവാസ ചർച്ച ഇന്ന് പ്രധാനമായും നടക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഹല മോദി മെഗാ ഡയസ്പോറ പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകത കൂടി അദ്ദേഹത്തിന്റെ ഇന്നത്തെ സന്ദർശനത്തിനുണ്ട്. ഇനി നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ബാങ്ക് ഭരണസമിതി പ്രതിസ്ഥാനത്ത്. ഭരിച്ച സാബുവും ബാങ്ക് മുൻ പ്രസിഡന്റും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. എന്റെ സഹാവേ വിഷയമൊന്നും മാറ്റണ്ട. നിങ്ങളെ നമ്മൾ പറഞ്ഞിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറഞ്ഞൊന്ന് കേട്ടിട്ട് ഭൂമിയോളം ക്ഷമിച്ചാൽ നിൽക്കുന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. സാബുവിന്റെ സംസ്കാരം വിദേശത്തുള്ള ബന്ധുക്കൾ നാട്ടിലെത്തിയ ശേഷം. ഇടുക്കിയിൽ മറ്റൊരു ബാങ്കിനെതിരെയും പരാതി. രാമക്കൽമേട് ഹരിജൻ വിവിധോദ്ദേശ സഹകരണ സംഘത്തിൽ നിയമനത്തിന് പണം വാങ്ങിയെന്ന ആക്ഷേപം. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. കോഴിക്കോട്ടെ ആശുപത്രിയിൽ MT വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ. രാവിലെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയേക്കും. തമിഴ്നാട്ടിൽ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ കൈ കഴുകിയ RCC. ഉത്തരവാദിത്വം കരാർ കമ്പനിക്ക് മാത്രമാണെന്ന് സൂപ്രണ്ട് ന്യൂസ് 18നോട്. മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വന്തം സംവിധാനമുണ്ടെന്നും വിശദീകരണം. അന്വേഷണത്തിന് തമിഴ്നാട് പോലീസും RCCയിലെത്തി. തെരുവുനായകൾ കാരണം പുറത്തിറങ്ങാൻ പേടിച്ച് കളമശ്ശേരി നിവാസികൾ. നായയുടെ കടിയേറ്റത് 8 പേർക്ക്. അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ സമരരംഗത്തേക്ക്. കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. 3 വാർഡുകളിലായി 13 പേർക്ക് രോഗബാധ. രോഗലക്ഷണങ്ങൾ 30-ലധികം പേർക്ക്. രോഗബാധിത മേഖലകളിൽ സൂപ്പർ ഡ്രൈവ് തുടങ്ങി നഗരസഭ. പക്ഷിപ്പനി വന്നുപോയിട്ട് 7 മാസം. താറാവിറച്ചിമുട്ട വിൽപ്പന തടസ്സപ്പെട്ടതോടെ ജീവിതം വഴിമുട്ടി ഹാച്ചറി ഉടമകൾ. വിരിയാറായ ആയിരക്കണക്കിന് മുട്ടകൾ നശിപ്പിച്ചതിന്റെ നഷ്ടപരിഹാരമായി ചില്ലിക്കാശ് നൽകിയില്ല. നാടൊട്ട് കോടി നടന്ന് കള്ളിങ് നടത്തിയവരൊക്കെ ഇന്നെവിടെ? നവകേരള സദസ്സിലെ വിവാദമായ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. എറണാകുളം CJM കോടതിയാണ് ഹർജി പരിഗണിക്കുക. രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാനാവില്ലെന്ന് വ്യക്തമാക്കി കൊച്ചി സെൻട്രൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശത്തെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചതെന്നും മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് കോടതിയെ സമീപിച്ചത്. കട്ടപ്പനയിലെ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ ബാങ്ക് മുൻ പ്രസിഡന്റും കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിയുമായ VR സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്ത്. പണം ചോദിച്ചപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് സാബു പരാതി പറയുമ്പോൾ ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നാണ് സജിയുടെ മറുപടി. വിഷയം മാറ്റാൻ നോക്കേണ്ട, അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്നും പണി മനസ്സിലാക്കി തരാമെന്നും സജി
ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിലേക്ക്. എന്റെ വൈഫാണെങ്കിൽ ഇവിടെ മറ്റേ ഒരു എന്താ പറഞ്ഞ ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ ചെയ്യുന്നുണ്ട്. ഇപ്പം 2 ലക്ഷം രൂപ 2,20,000 രൂപ വേണം. എനിക്ക് ആ പൈസ ഉള്ളു. ഞാൻ ആ പൈസ എന്നിട്ട് എന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് പിടിച്ച് ഒറ്റ തള്ളും തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്കിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിങ്ങൾ അവരെ പിടിച്ച് തല്ലുകയും നിങ്ങൾക്ക് ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് നിങ്ങൾ ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ടോ. നമ്മളത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറഞ്ഞൊന്ന് കേട്ടിട്ട് ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കൈയും കാലും വിട്ട് അടിച്ചു ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നു നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത്. സാബുവിന് പൈസ തരാനുള്ളത് ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്നും അറിയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനൂടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക അവിടെ. സാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങളുടെ മൊഴിയെടുക്കും. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTVയും വിശദമായി പരിശോധിക്കും. വിദേശത്തുള്ള ബന്ധുക്കളെത്തിയ ശേഷമാകും സാബുവിന്റെ സംസ്കാരം. പ്രിൻസ് ജെയിംസ് ചേരും വിവരങ്ങളുമായി. പ്രിൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഓഡിയോ സന്ദേശമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ആ ഓഡിയോ സന്ദേശത്തിൽ ബാങ്ക് മുൻ പ്രസിഡന്റും കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിയുമായ VR സജി ഭീഷണിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. പ്രധാനമായും എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഇതിൽ നിന്ന് പലതും വ്യക്തമാണ് അല്ലെ? തീർച്ചയായും ഈ കാര്യത്തിൽ ഈ സന്ദേശത്തിലൂടെ മിക്ക കാര്യങ്ങളും വ്യക്തമാണ്. VR സജി കട്ടപ്പന മേഖലയിലെ പ്രധാനപ്പെട്ട CPMന്റെ നേതാവാണ്, പ്രവർത്തകരാണ്. വർഷങ്ങളായി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം ബാങ്കിന്റെ പ്രസിഡന്റ് പദവി അംഗീകരിച്ചിരുന്നു. ഇയാളുടെ കാലഘട്ടത്തിലൊക്കെയാണ് ഈ തുക ഇവിടെ നിക്ഷേപിച്ചതായാണ് നമുക്കറിയാൻ കഴിയുന്നത്. മരണപ്പെട്ട സാബു ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടം മുതൽ ഇവിടെ പണം നിക്ഷേപിച്ചിരുന്നു. അവിടെ ഇവരുടെ വീടിനോട് സമീപത്തുള്ളായിരുന്ന ബാങ്ക് ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവിടെ പണം നിക്ഷേപിച്ചത്. എന്നാൽ വിവിധ ആവശ്യങ്ങൾക്കായി പണം ആവശ്യമുണ്ടായ ഒരു സാഹചര്യം എത്തിയപ്പോഴേക്കും പണം തിരികെ ലഭിക്കാൻ ആവില്ല എന്ന് പറയുന്നു. പിന്നീട് തുടർന്ന് ഘട്ടം ഘട്ടമായി ഗഡുക്കളായി പണം നൽകാമെന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഇപ്പോൾ നിലവിൽ 14 ലക്ഷം രൂപ, ഏകദേശം പലിശ സഹിതം 15 ലക്ഷത്തോളം രൂപ ഇനിയും ഇവർക്ക് ലഭിക്കാനുണ്ട്. എന്നാൽ മാസം തോറും ഗഡുക്കളായി ഈ തുക നൽകാമെന്ന് പറയുമ്പോഴും അതും കൃത്യമായി ഒരു ദിവസത്തിൽ എന്ന രീതിയിൽ ലഭിച്ചിരുന്നില്ല. പലപ്പോഴും ഈ തുകയ്ക്ക് വേണ്ടി പറയുന്ന ദിവസങ്ങളിൽ എത്തുമ്പോൾ തന്നെയും അന്ന് ലഭിക്കാതെ അടുത്ത ദിവസം വരാൻ ഒക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലതവണ ഇങ്ങനെ മാറി മാറി കയറി ഇറക്കേണ്ട ഒരു അവസ്ഥയും മണിക്കൂറുകളോളം ബാങ്കിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ ആശുപത്രി ആവശ്യത്തിനായാണ് അടിയന്തരമായി കൂടുതൽ തുക വേണ്ട ഒരു സാഹചര്യം എത്തുകയും അയാൾ ബാങ്കിൽ എത്തുകയും ചെയ്തത്. ബാങ്ക് ജീവനക്കാർ അയാൾ അപമര്യാദയായി പെരുമാറുകയും പിടിച്ചു തള്ളാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഏരിയ സെക്രട്ടറി CPM നേതാവിനെ വിളിക്കുന്നത്. എന്നാൽ വളരെ മോശമായ രീതിയിൽ നിങ്ങൾക്ക് അടിമേടിക്കേണ്ട സാഹചര്യം സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് അയാൾ സംസാരിച്ചത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് പണം ലഭിക്കാൻ വേണ്ടി അവർ ബാങ്ക് ജീവനക്കാർ കഷ്ടപ്പെടുകയാണ് എന്ന രീതിയിൽ അവർ ബാങ്ക് ജീവനക്കാരെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണവുമായിരുന്നു അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഞങ്ങൾക്ക് പണി അറിയില്ല, അത് നമുക്കറിയാം എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുമെന്ന രീതിയിലൊക്കെയാണ് സംസാരം ഉണ്ടായത്. എന്തായാലും ഈ വളരെ വേദനാജനകമായ രീതിയിലൊരു പ്രതികരണം കൂടി മേഖലയിലെ മുതിർന്ന നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടെ കൂടിയാണ് മാനസികമായി ഈ സഭ വളരെയധികം ബുദ്ധിമുട്ടുകയും ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. എന്തായാലും സാബുവിന്റെ ഭാര്യയും ഈ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. പലതവണ ഇത്തരത്തിൽ അപമര്യാദയായി രീതിയിൽ പെരുമാറുന്ന സംഭവങ്ങൾ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി പണം ലഭിക്കുന്നില്ല. എന്തായാലും ഈ വിഷയങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ സാബു വളരെ മാനസികമായി ബുദ്ധിമുട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സംബന്ധിച്ച് സംസാരിച്ചപ്പോഴും തങ്ങൾക്ക് ഇനി പണം ലഭിക്കുന്നില്ല എന്ന ഒരു
എന്നാണ് ഇവർ കരുതിയിരുന്നത്. നമുക്ക് പ്രിൻസ്, നമ്മളിപ്പോൾ കേട്ട ഓഡിയോ സന്ദേശം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ CPM നേതാവ് മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ ഈ സജി ഭീഷണിപ്പെടുത്തി നമ്മൾ വളരെ വ്യക്തമായി കേട്ടു. അതിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സാബുവിന് പണത്തിന്റെ ആവശ്യമുണ്ട്, ആശുപത്രി ചിലവുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാക്കുകൾ മുഴുവനാക്കുന്നത്. അപ്പോൾ സാബുവിന് പണത്തിന്റെ ആവശ്യമുണ്ട്, ആശുപത്രി ചിലവുകളുണ്ട് എന്നൊക്കെ ഈ നേതാക്കന്മാർക്കും ബാങ്കിനും കൃത്യമായി അറിയാം. അപ്പോൾ ഇനി ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട ഓഡിയോ സന്ദേശമാണ് പുറത്തു വരുന്നത്. വളരെ വലിയ തരത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സാബു പറയുന്നത് എന്ത് എന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത തരത്തിലുള്ള ഓഡിയോ സന്ദേശം, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് സാബു തുടർന്ന് ഈ ബാങ്കിലെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാൻ വരെ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് താൻ അത്തരത്തിലൊരു ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് സാബു ആവർത്തിച്ച് പറയുമ്പോഴും അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ അത്തരത്തിലുള്ള ഇയാൾ നടപടി സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഈ ഏരിയ CPM നേതാവ് പറയുന്നത്. പലതവണ ഇത് ആവർത്തിക്കുകയും നിങ്ങൾക്ക് പണിയറിയാമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യുന്നു. പലതവണ ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. മുൻപും ഇത്തരത്തിലുള്ള നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇവരെയൊക്കെ പരസ്പരം അറിയാവുന്ന ഒരു ആളുകൾ കൂടിയാണ്. എന്നിട്ട് പോലും ഇവരുടെ ജീവിത സാഹചര്യങ്ങളും നിലവിലെ അവസ്ഥകളൊക്കെ കൃത്യമായി അറിയായിട്ട് പോലും ഇവർ സാമ്പത്തിക ആവശ്യമായി എത്തുമ്പോൾ പോലും കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ തുക കൊടുക്കേണ്ട സമയങ്ങളിൽ പോലും ഗഡുക്കളായി അല്ല ഈ പണം നൽകേണ്ടത്. കാരണം നിക്ഷേപകൻ പണം നിക്ഷേപിച്ച് അവന്റെ ആവശ്യങ്ങൾക്ക് തിരികെ എടുക്കാനാണെങ്കിൽ പോലും അത് ഗഡുക്കളായി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ട് പോലും അതുപോലും കൃത്യമായി നൽകാനാവാതെ ആ പണം ചോദിച്ചു വരുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഇവിടെ ജീവനക്കാരെ സാബു ആക്രമിച്ചു എന്ന തരത്തിൽ കേസ് നൽകുമെന്ന രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലൊക്കെ നീങ്ങുമെന്നൊരു ഭയം കൂടി ഈ നിക്ഷേപന്റെ ഭാഗം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ദുരന്തത്തിലേക്ക് കലാശിക്കാനും ഇടയാക്കിയത്. ദയവായി തുടരുക. പ്രിൻസിപ്പൽ CP വർഗീസ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ വർഗീസ്, ഇതാ വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ ഇന്നലെ കേട്ടതാണ്. അതിന് കൃത്യമായി മറുപടികളും നൽകി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു വലിയ ഓഡിയോ സന്ദേശം പുറത്തു വരികയാണ്. ഞങ്ങൾ ആ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത്, അതിൽ പ്രധാനമായും CPM നേതാവ് തന്നെ ഈ മരിച്ച സാബുവിനെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യ പ്രതികരണം. ഭീഷണിപ്പെടുത്തി എന്ന പ്രയോഗം തെറ്റാണ്. കാരണം സാബുവിനോട് സാബുവിനെ വിളിക്കുമ്പോൾ സജി പറഞ്ഞിരിക്കുന്ന ആദ്യ അവസാനവും പറയാതെ അതിനകത്ത് ഒരു പരാമർശം എടുത്ത് അത് ഭീഷണിയുടെ സ്വരത്തിലാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നതൊക്കെ CPM വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രഭവമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോളട്ടെ, അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞു, പണി മനസ്സിലാക്കി തരാം എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ഭീഷണിപ്പെടുത്തലല്ലേ ശ്രീ വർഗീസ്? അല്ല, ഇന്നലെ ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ CPMന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. LDF ഭരണമോട് വരുമ്പോൾ 17 കോടി രൂപ ആ സ്ഥാപനം നിക്ഷേപകർക്ക് കൊടുക്കാറുണ്ട്. 5.5 കോടി രൂപയോളം ഇപ്പൊ നിക്ഷേപം സമാഹരിച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സാബുവിന് 80 ലക്ഷം രൂപ കൊടുക്കാനുള്ളതിൽ 60 ലക്ഷം രൂപ സമാഹരിച്ച് കൊടുക്കുകയും ഓരോ മാസവും ഇത്ര രൂപ വീതം കൊടുക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് ആ ഭരണസമിതി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും സാബു അവിടെ ചെന്നപ്പോൾ ജീവനക്കാർ മോശമായി അയാളുടെ ആവശ്യം അനുസരിച്ച് ചെന്നപ്പോൾ മുരുകട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കുന്നു. അയാളുടെ ആത്മഹത്യാക്കുറിപ്പൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ ആ വിഷയം സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചിട്ട് ആവശ്യമായ നിലപാടെടുക്കട്ടെ. സാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണ് ആ സഹത അവരുടെ ആ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ ഏത് സാഹചര്യത്തിലാണേലും. പക്ഷേ ഈ ഓഡിയോ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് സാബുവിനൊപ്പം നിന്നിട്ടില്ല പാർട്ടി എന്നാണ്. കാരണം മുൻ നേതാവിനെ അദ്ദേഹം വിളിച്ച സമയത്ത് അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ലേ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടാണോ CPM നിലപാട് സ്വീകരിക്കുന്നത്? സർ, അതെങ്ങനെ ഞങ്ങളുടെ വ്യാഖ്യാനമാകും? കാരണം ഈ ഓഡിയോ സന്ദേശത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിഷയം മാറ്റാൻ നോക്കേണ്ട, ഭീഷണി അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞു, പണി മനസ്സിലാക്കി തരാമെന്ന് പറയുന്നതൊക്കെ ഭീഷണിപ്പെടുത്തുകയല്ലാതെ മറ്റെന്താണ് സർ? എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്നെ വിളിച്ചതാണെങ്കിൽ എനിക്ക് പറയാനുള്ളതിനുള്ള സമയം തരണം. അതല്ലാതെ നിങ്ങളുടെ വാക്ക് എന്റെ വായിലേക്ക് വെച്ചിട്ട് അത് എന്റെ വാക്കാണെന്ന് പറഞ്ഞാൽ അതൊന്നും സ്വീകരിക്കുന്ന ആളല്ല ഞാൻ. ഭീഷണിപ്പെടുത്തുകയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്. ആണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം, എനിക്ക് പറയാനുള്ള അവസരം തരണം, അതിനുശേഷം സംസാരിക്കാം. അല്ല, നിങ്ങൾ പറയുന്ന അനുസരിച്ച് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. എനിക്ക് CPMന്റെ നിലപാടേ പറയേണ്ട കാര്യമുള്ളൂ. എന്നോട് സംസാരിക്കാനാണ് വിളിച്ചതെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ശരി, ശ്രീ CP വർഗീസ് പറഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് ആ സംഭവം ഉണ്ടായി. ഇന്നലെ തന്നെ CPM നേതൃത്വം ഇടപെട്ട് നടത്തി. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി തന്നെ കളക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള റിപ്പോർട്ട് കിട്ടട്ടെ എന്ന് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CPM ഇന്നലെ തന്നെ നിലപാട് സ്വീകരിച്ച് അവരുടെ നിക്ഷേപ സംഖ്യ തിരിച്ചു കൊടുക്കാനുള്ള
അവശേഷിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ചിട്ട് ആവശ്യമായ സമീപനം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സജി അങ്ങോട്ട് ഭീഷണിപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾ നടത്തുന്ന വ്യാഖ്യാനത്തോടെ ഞങ്ങൾ തെറ്റുള്ളൂ. സാബു വിളിച്ച് സംസാരിക്കുമ്പോൾ ആ ദീർഘമായ സംസാരത്തിനിടയിൽ വന്നിരിക്കുന്ന ഒരു വാക്കിനെ എടുത്ത് CPM വിരുദ്ധ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് വരട്ടെ, ആ വന്നമായ നിലപാട് CPM സ്വീകരിക്കും. ആ കാര്യത്തൊന്നും ഒരു തർക്കവും നിലപാട് വ്യക്തതയില്ലാത്തൊരു പാർട്ടിയല്ല CPM. അതനുസരിച്ച് നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഞാൻ ചോദിച്ചോളട്ടെ, ഇപ്പോഴെടുത്ത ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം കുറച്ച് മുൻപെടുത്തിരുന്നെങ്കിൽ ആ സാധാരണക്കാരൻ അങ്ങനെ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോഴല്ലാതെ ഇന്നതുപോലെ വരും. 80 ലക്ഷം രൂപയിൽ 60 ലക്ഷം രൂപയായിട്ട് തിരിച്ചു കൊടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചതിന് കുറച്ച് കാണേണ്ട കാര്യമുണ്ടോ? കൈവിട്ടുകൊണ്ട് നിലപാട് സ്വീകരിച്ചില്ലല്ലോ. അങ്ങനെ സാബുവിനെ കൈവിട്ടുകൊണ്ട് ഒരു പൈസ തിരിച്ചു കൊടുക്കാനുള്ള നിലപാടല്ലോ സ്വീകരിച്ചത്. ഘട്ടഘട്ടമായി ചർച്ച ചെയ്ത് മാസങ്ങൾ ഇത്ര രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ പൈസ സമാഹരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ എപ്പം നിൽക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ എന്റെ ചോദ്യം, ഇപ്പോൾ ഈ മുൻ നേതാവിന്റെ സംഭാഷണത്തിൽ, ഞങ്ങൾ ഈ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണത്തിൽ എന്താണ് താങ്കളുടെ പ്രതികരണം എന്നാണ്? ആ ഓഡിയോ സംഭാഷണത്തിൽ കൃത്യമായി പറഞ്ഞല്ലോ. ആ സാബു സജിയെ വിളിച്ച് സംസാരിക്കുമ്പോ സജി ആ കാര്യത്തിനകത്ത് പരിഹാരം ഉണ്ടാക്കാമെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് സാബുചാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞൊരു പരാമർശത്തെ നടത്തുമ്പോൾ ആ പരാമർശം മാത്രമാണ് ആ വിഷയത്തിൽ. ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാര മധ്യേ വരുന്ന ഏതെങ്കിലും ഒരു വാക്കിനെ എടുത്ത് അതാണ് ആകെ എല്ലാത്തിനും അതിന്റെ ക്രോഡീകരണം എന്ന നിലപാടിലേക്ക് എത്തരുതെന്ന് മാത്രമേ CPM-ന് അഭിപ്രായമുള്ളൂ. അപ്പോൾ ഈ CPM നേതാവ് സജി എന്ന് പറഞ്ഞ ആൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഭീഷണി ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്. കേട്ടാൽ തന്നെ അറിയാമല്ലോ. തല്ല് മേടിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, തല്ല് വീട്ടേണ്ടതായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നതും തല്ലുവെന്നും പറയുന്നതിന് ഒരർത്ഥം അല്ലല്ലോ ഉണ്ടാവുള്ളൂ. രണ്ടർത്ഥം ഇല്ല. എന്തിനാ ദ്വയാർത്ഥം എടുക്കുന്നത്? ശരി, വളരെ നന്ദി ശ്രീ CP വർഗീസ്. CPM ജില്ലാ സെക്രട്ടറി CP വർഗീസ് ആണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ഭീഷണി നേരിട്ടതായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറയുന്നുണ്ട്. പണം തവണകളായി നൽകാമെന്ന വാഗ്ദാനം പാലിച്ചില്ല. ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ ബാങ്ക് സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റും അപമാനിച്ചു. 15 ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഭാര്യ പ്രതികരിച്ചു. അവരുടെ വാക്കുകൾ കേൾക്കാം. 2006 സാബു ഓസ്ട്രേലിയക്ക് പോകുന്നത്. 2007 തൊട്ട് ഞങ്ങൾ അവിടെ പൈസ ഇടുന്നതാണ്. പൈസ ഇട്ട് ഇത്രയും കാലം അവിടെയായിരുന്നു പൈസ ഇടുന്നത് മുഴുവൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു സ്ഥല കച്ചവടം വന്നു. ഞങ്ങൾക്ക് കഞ്ഞിക്കുഴിയിലേതുമായിട്ടൊരു വെച്ചുമാറ്റം വന്നു. ഞങ്ങൾക്ക് അന്നേരം പൈസ വേണ്ടി വന്നു. അന്നേരമാണ് അറിയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതായത് നമുക്ക് 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമായിരുന്നു. അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ 10 ലക്ഷം രൂപ ചെന്ന് ചോദിച്ചു. ഒത്തിരി പൈസ നമ്മുടെ അവിടെ കിടപ്പുണ്ട്. അന്നേരം 10 ലക്ഷം രൂപ ചോദിച്ചപ്പോഴത്തേക്കും അവിടുന്ന് വെപ്രാളപ്പെട്ട സെക്രട്ടറിയും ബാക്കി എല്ലാവരും കൂടി ഇങ്ങോട്ട് ഓടി വന്നു, കടയിലോട്ട് ഓടി വന്നു. അങ്ങനെ പറ്റത്തില്ല, ഇപ്പൊ പൈസ ഉണ്ടാകാൻ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് കാശുണ്ടാകുന്ന കേസല്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ നടന്ന് കുറച്ച് പൈസ ഞങ്ങൾക്ക് ആദ്യം തന്നു അഡ്വാൻസ് കൊടുക്കാനായിട്ട്. ഒത്തിരി പ്രാവശ്യം പുറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞ് ഞാൻ പല പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പൈസ കുറച്ച് തന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു. ബാക്കി പൈസയും കുറേശ്ശെ ആയിട്ട് തന്നു. സ്ഥലം മേടിച്ച് ഞങ്ങളത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പൈസ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പൈസ 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരണം. കാരണം ഞങ്ങൾക്ക് പല ആവശ്യമുണ്ട്. കാരണന്മാർ വയ്യാതെ കിടക്കുന്നതാണ്. ഞങ്ങൾക്ക് പല ആവശ്യമുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, പല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പൈസ വേണം. അപ്പൊ ഞങ്ങളുടെ പൈസ 5 ലക്ഷം രൂപ വെച്ച് മാസം തന്നേക്കാന്ന് പറഞ്ഞു. ബാക്കി അത് ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് തീരുമാനിച്ചതാണ്. അവരത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും വാക്ക് മാറിയിട്ട് അവർ പറഞ്ഞു 3 ലക്ഷം വീതം തരാന്ന് പറഞ്ഞു. എന്നെ തെരുതെരെ അങ്ങോട്ട് വിളിക്കുന്ന സാവ് പോവുകയില്ല, പരമാവധി സാവ് പോവുകയില്ല. ഞാനാണ് എപ്പോഴും ഈ ബാങ്കിന്റെ ഇടപാടും കാര്യങ്ങൾക്കെല്ലാം ഓടുന്നത്. സാവുവിന് പറയാനുള്ള ശക്തി ഇല്ല ആൾക്ക്. ഞാനാണ് പിടിച്ചു നിർത്തുന്നത് കാര്യങ്ങൾ. അങ്ങനെ 3 ലക്ഷം വീതം തന്നേക്കാന്ന് പറഞ്ഞു. അതും പറഞ്ഞു വിട്ട് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞവൻ പറഞ്ഞു അതും നടക്കുന്ന കേസല്ല, നിങ്ങൾക്ക് അത്രയും പൈസ തരാനുള്ള ഞങ്ങൾക്ക് അതില്ല. സാറേ പറഞ്ഞ് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. വാക്ക് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ വേണം, ഞങ്ങൾക്ക് പല കാര്യങ്ങളും നടത്താനുണ്ട്. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവർ ബോർഡ് മീറ്റിംഗ് വെച്ച് പിന്നെയും വിളിക്കുക, ഞങ്ങളെ തരാന്ന് വിളിക്കുക. ഞങ്ങൾ മാസം തോറും പൈസ കയറ്റുമ്പോൾ ഒരിക്കലും സമയത്ത് തരത്തില്ല. ചാച്ചനൊക്കെ അറിയാം. ചാച്ചനോടൊക്കെ പറഞ്ഞ് ഞാൻ അമ്മച്ചിയും ചാച്ചനും വയ്യാതെ ഇവിടെ കിടപ്പിലാണ്. എന്നിട്ട് കട അടച്ചേച്ചാണ് പോകുന്നത് ചോദിക്കാനായിട്ട്.
അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് സെക്രട്ടറിയുടെ ഒക്കെ പെരുമാറ്റം. ഒരു പ്രാവശ്യം റെജി എന്ന് പറഞ്ഞ സെക്രട്ടറി എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് നീ വന്നേക്കാണ്, പൈസ ചോദിക്കാനായിട്ട് ചോദിച്ചു. അതുപോലെ വിഷമിച്ച ദിവസങ്ങളുണ്ട്. ഞാൻ കരഞ്ഞു പോവുകയും അവിടെ നിന്ന് ഇറങ്ങി ഓടുക ചെയ്തു. പല ദിവസവും മാർക്കറ്റിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട്. അവരെന്റെ പുറകെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം കരഞ്ഞ് എല്ലാ പ്രാവശ്യവും സാവുരം വിളിക്കും. ഇവിടുന്ന് കടയടച്ചേച്ച് അങ്ങോട്ട് വരും. കടയടച്ചേച്ച് വന്നിട്ട് ബാക്കി ചോദിക്കും പൈസ. എന്നിട്ട് പിന്നെ ബോർഡ് മെമ്പേഴ്സ് പിന്നെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു 1,00,000 രൂപയും ബാക്കി നിങ്ങളുടെ പലിശയും കൂട്ടി ഓരോ മാസം തരാന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. അവര് പറയുന്ന അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, സമ്മതിച്ചു. അവർ ബാങ്ക് ലോണായിട്ട് കൊടുത്തേക്ക് പുറത്ത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ പറയുന്ന എഗ്രിമെന്റ് പക്ഷെ ഞങ്ങൾക്ക് പൈസ കിട്ടണം. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട്. സാബുവിന്റെ ഭാര്യയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഭീഷണിപ്പെടുത്തിയിട്ടേയില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ജില്ലാ സെക്രട്ടറി അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഒരു ഫോൺ സംഭാഷണം അടക്കം കൃത്യമായി പുറത്തുവിട്ടിട്ട് പോലും ഭീഷണിയില്ല. ഭീഷണി എന്ന് നമ്മൾ ആവർത്തിക്കുന്നത് CPM വിരുദ്ധതയാണ് എന്ന് പോലും അദ്ദേഹം അല്പസമയം മുൻപ് പറയുകയുണ്ടായി. ഇപ്പോഴിതാ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് ഒരു സ്ത്രീ, ഒരു അമ്മ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. സാബുവിന്റെ ഭാര്യയാണ് ആ വാക്കുകൾ പറഞ്ഞത്. വളരെ വ്യക്തമായവരുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അവരുടെ മുഴുവൻ വാക്കുകളും അടുത്ത ബുള്ളറ്റിൽ പ്രേക്ഷകർക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. മറ്റ് വാർത്തയിലേക്കാണ്. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റിലെത്തും. ഹലാമോദി മെഗാ ഡയസ്പോറ പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം. ബയാൻ കൊട്ടാരത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കും. തുടർന്ന് ഭരണ നേതൃത്വവുമായുള്ള ചർച്ചകൾ നടക്കും. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ബഹുമുഖ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ചർച്ചയിൽ രാഷ്ട്രീയം, വ്യാപാരം, നിക്ഷേപം, ഊർജം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടും. ഇരു രാജ്യങ്ങളും മികച്ച വ്യാപാര പങ്കാളികളാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ $10.47 ബില്യൺ മൂല്യമുള്ള ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കിടയിലും നടന്നത്. പ്രധാനമന്ത്രിയുടെ ബഹുമാനാർത്ഥം കിരീടാവകാശി വിരുന്നൊരുക്കും. കുവൈറ്റിലെ ലേബർ ക്യാമ്പ് പ്രധാനമന്ത്രി സന്ദർശിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇന്ത്യൻ സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന്റെ അളവ് പ്രകടിപ്പിക്കുക എന്നതാണ് ലേബർ ക്യാമ്പ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. 5000-ഓളം പേർ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഹലാമോദി മെഗാ ഡയോസ്പ്ര പരിപാടിയിലും മോദി എത്തും. പരിപാടിക്കായി കുവൈറ്റിലെ ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 1961 ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടത്. 1981 എത്തിയ ഇന്ദിരാഗാന്ധിയാണ് മോദിക്ക് മുമ്പ് കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 2013 കുവൈറ്റ് പ്രധാനമന്ത്രി ഇന്ത്യയിലും എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അങ്ങനെ നിരവധി വാർത്തകൾ വരാനുള്ള ഒരു ദിവസമാണ്. ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ കാത്തിരിക്കുന്നത് MT വാസുദേവൻ നായരുടെ അദ്ദേഹം ജീവിതത്തിലേക്ക് ആരോഗ്യപൂർവ്വം തിരിച്ചെത്തുമെന്നുള്ള വാർത്ത കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും 8 മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ സമയം 8:25 ആയിരിക്കുന്നു. എന്തായാലും വരും മണിക്കൂറിൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. എന്തായാലും അദ്ദേഹം ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള ശുഭവാർത്തയ്ക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. വരും ബുള്ളറ്റിൽ നമുക്ക് അത്തരത്തിലുള്ള വാർത്തകൾ നൽകാനാകുമെന്ന് പ്രതീക്ഷയാണ്. എന്തായാലും നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി രാവിലെ സമഗ്രമായിരുന്നു. ഇനിയും നിരവധി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് ന്യൂസ് 18-ലെത്തും. പ്രേക്ഷകർ ന്യൂസ് 18-നൊപ്പം തുടരുക. എന്തായാലും രാവിലെ പൂർണ്ണമാകുന്നു. നമസ്കാരം. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത ദേശീയ വനിതാ കമ്മീഷൻ നാഗാലാൻഡ് വനിതാ BJP MP ഫങ്നോൺ കോംബാക്കിന്റെ ആരോപണത്തിലാണ് കേസ്. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. കുമളിയിൽ 4.5 വയസ്സുകാരൻ ഷഫീഖിന്റെ വധശ്രമ കേസിൽ രണ്ടാനമ്മ അനീഷയ്ക്ക് 15 വർഷം തടവ്. അച്ഛൻ ഷെരീഫിനെ 9 വർഷവും തടവിന് വിധിച്ചു. അനീഷ 2 ലക്ഷം രൂപയും ഷെരീഫ് 50,000 രൂപയും പിഴയടക്കണമെന്ന് ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി. വിധിയിൽ സന്തോഷമുണ്ടെന്നും കേരളം ആഗ്രഹിച്ച വിധിയെന്നും ഷഫീഖിന്റെ പോറ്റമ്മ രാഗൻ.
കാഫിർ സ്ക്രീൻ ഷോട്ട് കേസിൽ അന്വേഷണം മന്ദഗതിയിലെന്ന് ആരോപിച്ചുള്ള ഹർജി വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തീർപ്പാക്കി. MSF നേതാവ് തിരുവള്ളൂരിലെ മുഹമ്മദ് കാസിം സമർപ്പിച്ച ഹർജി തീർപ്പാക്കിയത് വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി വേഗത്തിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. തിരുനെൽവേലിയിലെ മെഡിക്കൽ മാലിന്യം സംസ്ഥാനം നീക്കം ചെയ്യും. ചെലവ് മാലിന്യം കൊണ്ടുപോയ ഏജൻസിയിൽ നിന്നും ഈടാക്കും. മാലിന്യം കൈമാറിയ സ്ഥാപനങ്ങളും തുക നൽകേണ്ടി വരും. കാസർഗോഡ് കോവൽപ്പള്ളി ജംഗ്ഷനിൽ അശ്രദ്ധമായി റോഡ് മുറിച്ചു കടന്ന കുട്ടി അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. KSRTC ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലാണ് അപകടം ഒഴിവാക്കി. തൃശൂർ കുന്നംകുളം കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷം. 2 SFI പ്രവർത്തകർക്കും 2 ABVP പ്രവർത്തകർക്കും പരിക്കേറ്റു. സംഘർഷത്തിൽ കലാശിച്ചത്